വളരെ അനുഗ്രഹീതമായ ഈ തിരുവെഴുത്തിനായി ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൻ്റെ സന്തതിയെ കിഴക്ക് നിന്ന് വരുത്തും, ഞാൻ അവരെ പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. ഞാൻ വടക്കിനോട് തരിക എന്ന് പറയും, തെക്കിനോട് തടുത്ത് വെക്കരുത് എന്നും പറയും. ഇത് നിങ്ങൾ കേട്ട് പഠിച്ചിട്ടുള്ള പരിചയിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ്. പക്ഷെ പലപ്പോഴും ഇത് കേൾക്കുന്നത് യഥാർത്ഥ അർത്ഥത്തിലല്ല. ചിലരൊക്കെ ഇത് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന സാമ്പത്തിക നന്മകൾ തെക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെയായി എവിടേക്കോ തടയപ്പെട്ടിട്ടുണ്ട്, അത് സമയമാകുമ്പോൾ ലഭിക്കും എന്ന അർത്ഥത്തിലാണ്. എന്നാൽ വാസ്തവം അതല്ല. ഇതും പണവും തമ്മിൽ ഒരു വിധത്തിലും ബന്ധമുള്ള വാക്യമല്ല. ഞാൻ ഒന്നുകൂടി ആ വാക്യം ആവർത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒപ്പം ഏകാഗ്രത വേണം. ദൈവകൃപയുടെ പ്രാർത്ഥനയുടെ ഈ വിഷയങ്ങളെ ശ്രദ്ധിക്കണം. എൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ രാത്രിയിലെ പോലെ മൊബൈൽ വിളിച്ച് ഏകാഗ്രത തെറ്റിക്കരുത്. കുട്ടികൾ ശാന്തരായിട്ടിരിക്കണം. യോഗത്തിലിരിക്കുന്നവർ ആത്മീയമായ ഒരു സാന്നിധ്യബോധത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കണം. ഞാൻ സാധാരണ പ്രസംഗരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ആളുകളെ കൊണ്ട് കൂടുതൽ ഹല്ലേലൂയ പറയിപ്പിക്കുന്ന ഒരാളോ നമുക്ക് കൈയടിക്കാം എന്ന് പറയുന്ന ആളോ ഒന്നുമല്ല. അങ്ങനെ പറയുന്നത് തെറ്റൊന്നുമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ സ്തുതിയും സ്തോത്രവും ആരാധനയൊക്കെ നല്ലതാണ്, അത് വേണം. പക്ഷെ അതിന് ഒരാൾ ഇവിടെ നിന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ അത് സ്വന്തം ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ നിന്ന് വേണം. സന്തോഷമല്ലേ? നമുക്ക് സന്തോഷമാണ് എന്ന് കരുതുന്നു. ഈ ശാന്തമായി പറയുന്നതിലും ചിലർക്ക് വിരോധം ഉണ്ടാവും. നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുക. എൻ്റെ ഭാഷയുമായും പൊരുത്തം വരാൻ നിങ്ങൾക്ക് കുറേ നേരം പിടിക്കും. അങ്ങനെയുണ്ട്. ഏതായാലും ഈ വായിച്ച തിരുവെഴുത്തിലൂടെ ഒന്ന് വരാം. ഇസ്രയേൽ എന്ന വിശാലമായ ഒരു രാജ്യം. വിശാലമെന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ വലിപ്പത്തെപ്പറ്റി അല്ല, മറിച്ച് കേരളത്തിൻ്റെ ഏതാണ്ട് പാതി വലിപ്പമേ അതിനുള്ളൂ. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളുടെ വലിപ്പം, അതിൽ പരം അതിന് വലിപ്പമില്ല. 1 കോടി മനുഷ്യർ തികച്ച് അവിടെ ഇല്ല. കേരളത്തെക്കാൾ ജനസംഖ്യ കുറവുള്ള ഒരു രാജ്യം. വലിപ്പം കൊണ്ടത് ചെറുത്, ജനസംഖ്യ കൊണ്ട് അത് ചെറുത്. അങ്ങനെ നമ്മേക്കാൾ ഒത്തിരി പിന്നിൽ നിൽക്കുന്ന രാജ്യമാണെങ്കിലും അതൊരു സമ്പന്ന രാജ്യമാണിന്ന്. ആയുധശക്തി കൊണ്ട് മേധാവിത്വമുള്ള ഒരു രാജ്യമാണ്. ആയുധ കമ്പനികൾ ധാരാളമുള്ള രാജ്യമാണ്. ആയുധ കയറ്റുമതി ഉള്ള രാജ്യമാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതി ചെയ്യുന്ന രാജ്യം. അവരോട് ഏറ്റവും അധികം ആയുധം വാങ്ങുന്ന രാജ്യത്തിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. നമ്മൾ ഇന്ത്യയാണ്. നമുക്ക് ആയുധം വാങ്ങുന്നത് കൂടുതലും അവിടെ നിന്നാണ്. നല്ല നയതന്ത്ര ബന്ധം നമ്മുടെ രാജ്യം അവരുമായിട്ടൊക്കെ ഉണ്ട്. നല്ല നയതന്ത്ര ബന്ധം എന്നുവെച്ചാൽ ഇന്ത്യ പോലെയുള്ള ഒരു വിശാല രാജ്യത്തിന് വേണ്ട
ആയുധങ്ങളുടെ സപ്ലൈ കൊടുക്കത്തക്ക വിധം വളരെ വികാസം പ്രാപിച്ച രാജ്യം. ആ രാജ്യത്തിൻ്റെ ചരിത്രം നാമൊക്കെ പഠിക്കുന്നത് അബ്രഹാമിൽ നിന്നാണ്, ഒരു മനുഷ്യനിൽ നിന്നാണ്. ആ മനുഷ്യനിൽ നിന്ന് തുടങ്ങണം. വാസ്തവത്തിൽ അദ്ദേഹം ഇസ്രയേലിൽ ജനിച്ച ആളുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിത തുടക്കം മധ്യപൂർവദേശത്ത് മെസപ്പൊട്ടേമിയയിലെ ഊർ എന്ന സ്ഥലത്ത് നിന്നാണ്. മെസപ്പൊട്ടേമിയയിലെ ഊർ എന്ന് പറയുന്ന സ്ഥലം ആധുനിക ഇറാഖിൻ്റെ ഭാഗമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഊർ എന്ന് പറയുമെങ്കിലും ഊരെന്നൊരു സ്ഥലപ്പേരല്ല വാസ്തവത്തിൽ, ഒരു പട്ടണം എന്നേ അതിനർത്ഥമുള്ളൂ. ഊർ ഊർ പട്ടണത്തിൽ അതൊരു സമ്പന്ന നഗരമായിരുന്നു. അവിടെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് അബ്രഹാമിൻ്റെ ജനനം. വലിയ സമ്പന്നൻ. നമ്മുടെ മന്ത്രിമാർക്കൊപ്പം വല്ലാതെ പോലീസ് പ്രൊട്ടക്ഷന് പോകുമ്പോൾ നമ്മൾ വിമർശിക്കാറുണ്ട്. പക്ഷേ അബ്രഹാമിനൊപ്പം ഉള്ളത് 318 ആയുധധാരികളും അഭ്യാസികളുമായ മനുഷ്യരാണ്. ഒരു സൈന്യം പോലെ പോകുന്നത്. അത്ര സമ്പന്നനാണ് അബ്രഹാം. രാജാവൊന്നുമല്ല, പക്ഷെ സമ്പന്നനാണ്. അദ്ദേഹം ജനിച്ചു വളർത്തപ്പെട്ട ആധുനിക പൗരാണിക മെസപ്പൊട്ടേമിയയിലെ ഊർ പട്ടണം പുരാവസ്തു ഗവേഷകർ ഉത്ഖനനം ചെയ്തു പഠിച്ചു. മണ്ണു നീക്കി മണ്ണടറുകൾക്കുള്ളിൽ പൂണ്ടുകിടക്കുന്ന പഴയ നാഗരികതയുടെ ശൂന്യാവശിഷ്ടങ്ങളെ ശേഖരിച്ചെടുത്ത് പഠിച്ചു. രസാവഹമായ ഒട്ടേറെ കാഴ്ചകൾ നമ്മൾ പഠിക്കുന്ന ഹരപ്പയിലെയും മോഹൻജദാരോയിലെയും സംസ്കാരങ്ങളോട് അല്ലല്ല അതിനേക്കാൾ വെല്ലുന്ന തരത്തിലെ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ കിട്ടി. എന്തൊക്കെയാണത് എന്ന് പറയാം. 25 ഏക്കർ സമചതുര വിസ്തൃതി വരുന്ന ഒരു പട്ടണം. ആ പട്ടണത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് പ്രധാന പാതയെ ബന്ധിപ്പിക്കുന്ന ചെറുപാതകൾ. ആ പാതകളെല്ലാം അന്നത്തെ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാകത്തിനുള്ള ഉറപ്പും ദൃഢതയുമുള്ള വഴികൾ. കീറിയെടുത്ത ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് ആ പാതകൾ ദൃഢപ്പെടുത്തിയിരിക്കുന്നു. കുതിരവണ്ടിയും കാളവണ്ടിയൊക്കെ ആണല്ലോ അന്ന്. അവിടെ റോഡിൻ്റെ ഓരവും ചേർന്ന് മലിനജലം ഒഴുകിപ്പോകാനുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ. മനുഷ്യവാസവുമായി വളരെ അകലെ മലിനജലം സംസ്കരിക്കുവാനുള്ള വലിയ കുഴികൾ. ശരീരശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു ആ ആളുകൾ. തീർന്നില്ലേ? അവർ ഭൂമി ഇടപാടുകളും സ്ഥാവരജംഗമ വസ്തുക്കളുടെ ഇടപാടുകളും നിരത്തിക്കൊണ്ടിരുന്ന രേഖകൾ, രസീതുകൾ ഒക്കെ കണ്ടെത്തി. രസീത് പ്രിൻ്റ് ചെയ്തതോ പേപ്പറിലോ അല്ല. അവരെഴുതുവാൻ ഉപയോഗിച്ചൊരു രീതിയുണ്ട്. കളിമണ്ണ് കുഴച്ചെടുത്ത് അത് ഉരുത്തി ഒരു സ്ലേറ്റ് പരുവത്തിലാക്കി അതിൽ നാരായ മുന കൊണ്ട് ചിത്രലിപിയുള്ള അക്ഷരങ്ങൾ എഴുതി ചൂളയിൽ ചുട്ടെടുത്തു വെക്കും. എന്ന് പറഞ്ഞാൽ ഇത്തരം എഴുത്തു ഫലകങ്ങളാണ്. കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ ടാബ്ലറ്റ് ഉണ്ട്. അത് മൊബൈലിൻ്റെ കുറേ കൂടി കൂടിയ പതിപ്പാണ്. അപ്പോൾ പേരിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്തരത്തിലെ മൺലിഖിതങ്ങളിൽ അവരെഴുതി പഠിച്ചിരുന്നു. ആധാരങ്ങൾ എഴുതുമായിരുന്നു. ഇതല്ല പ്രധാന കാര്യം. ഇങ്ങനെ ഈ മൺ സ്ലേറ്റുകളിൽ എഴുതിയ പൗരാണിക ലോകത്തിലെ വിജ്ഞാന അടരുകൾ അവ ധാരാളമായി ഊർപട്ടണത്തിൽ നിന്ന് കണ്ടെടുത്തു. ഒരു കാര്യാലയത്തിൽ നിന്ന് കിട്ടിയത് ആയിരക്കണക്കിന് ഇത്തരം ഷീറ്റുകളായിരുന്നു, അല്ലെങ്കിൽ ഫലകങ്ങളായിരുന്നു. ഈ ഫലകങ്ങളിൽ എഴുതിയിരുന്നത് അവരുടെ ആ നഗരം പ്രതിഷ്ഠിച്ച ഒരു ദേവതയുണ്ടായിരുന്നു.
ആ ദേവതയുടെ പേര് നാനാർ എന്നായിരുന്നു. നാനാർ ഒരു ചന്ദ്രദേവതയായിരുന്നു. നാനാറിനെ വാഴ്ത്തിപ്പുകഴ്ത്തുന്ന സ്തുതിസ്തോത്രങ്ങൾ, അതുപോലെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ട രൂപരേഖകൾ തയ്യാറാക്കുന്ന പൗരാണിക വാസ്തുസങ്കല്പങ്ങൾ, ആസ്ട്രോണമി, വാനശാസ്ത്രത്തെ പറ്റിയുള്ള അന്നത്തെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ, ഇവയൊക്കെ രേഖപ്പെടുത്തി വെച്ച ആയിരക്കണക്കിന് വിവരങ്ങൾ ശേഖരിച്ചു വെച്ച ശിലാലിഖിതങ്ങൾ, കളിമൺ ലിഖിതങ്ങൾ പുരാവസ്തു ഗവേഷകർക്ക് കിട്ടി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഊര്. തിരുവണ്ടൂർ പട്ടണത്തിൽ നിന്ന് കിട്ടിയത്. ഹുബാൽ എന്ന പേരായൊരു ദേവൻ, അവർ ആരാധിച്ചു പോന്നിരുന്ന വിവിധ തരം പ്രകൃതി ശക്തികൾ, ആ ദേവതകളെ ആരാധിക്കേണ്ടത് എങ്ങനെ, അതിനെപ്പറ്റിയുള്ള മന്ത്രവാദ കീർത്തനങ്ങൾ, മന്ത്രോച്ചാരണ ശകലങ്ങൾ, ഇവയൊക്കെ എഴുതി വെച്ച നിരവധി ഇത്തരം ലിഖിതങ്ങൾ, കൂടാതെ കളിമണ്ണിൽ തീർത്ത ശില്പങ്ങൾ, മറ്റ് വിലപിടിപ്പുള്ള സ്വർണത്തിലും കല്ലുകളിലുമൊക്കെ തീർത്ത ദേവീദേവ സങ്കല്പങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന വലിയ അവശിഷ്ടങ്ങളെ അവിടെ നിന്ന് പുരാവസ്തു ഗവേഷകർക്ക് കിട്ടി. അബ്രഹാം പുറപ്പെട്ടു പോകുന്ന സ്ഥലത്ത്. ഞാൻ ചരിത്രമാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഒരു കഥയാണ്. അവിടെ പ്രചാരത്തിലുള്ളൊരു കഥ, തള്ളിക്കളയാവുന്ന കഥയല്ല, അല്പം പ്രസക്തിയുണ്ട് ആ കഥയ്ക്ക്. അവിടെ അബ്രഹാം അവർ കുടുംബമായി വിഗ്രഹ നിർമ്മാണത്തിൽ ഏർപ്പെട്ടെന്നും അത് വിറ്റഴിക്കുന്നത് അവരുടെ തൊഴിലാണെന്നും, അതുപോലെ തന്നെ ഇതിനെ വർഷിപ്പ് ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ടെന്നും ആ കഥ വിവരിക്കുന്നു. പക്ഷേ അബ്രഹാമിന് ഈ കച്ചവടത്തിൽ താല്പര്യമില്ല. താൻ എന്തോ കുറ്റം ചെയ്യുന്നത് പോലെ തോന്നും. കാരണം കളിമണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ഇത്തരം ശില്പങ്ങൾ താഴെ വീണ് പൊട്ടുമ്പോൾ ലാഭത്തിൻ്റെ ആശ പൊയ്പോകുന്ന പൂർവീകരുടെ പ്രതിഷേധ ശബ്ദങ്ങൾ കേട്ടിട്ടുമുണ്ട് അദ്ദേഹം. വലിയ ഗൗരവം അതിന് അദ്ദേഹം കൊടുത്തില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അബ്രഹാമിൻ്റെ പിതാവ് ഈ പണിശാല അബ്രഹാമിനെ ഏൽപ്പിച്ചിട്ട് പോയി എന്ന് കഥ. എവിടെയോ ഈ സാധനം ലോഡ് കൊണ്ടിറക്കാൻ പോയതാണ്. അപ്പോഴേക്ക് പറഞ്ഞ, മോനെ ഇതൊക്കെ ഒന്ന് നോക്കിക്കോണം, പപ്പ ഈ ഇതൊക്കെ വിൽക്കാൻ പോവാണ്. അബ്രഹാം അവിടെ ചെന്നു ഈ സംസാരിക്കാനാവാത്ത ബിംബങ്ങളെ നോക്കി. അദ്ദേഹത്തിന് മനസ്സിൽ ചൂട് പിടിച്ചിട്ട് ഒരു വടിയെടുത്ത് ഈ ബിംബങ്ങളെല്ലാം അടിച്ചു. കളിമണ്ണിൽ തീർത്ത ബിംബങ്ങളുടെ കാലും കൈയും കണ്ണും തലയും ചിതറി. അവിടെ മുഴുവൻ അപകടം നടന്നൊരു സ്ഥലം പോലെയായി. എന്നിട്ട് ഒരാളെ അവശേഷിപ്പിച്ചു, ഒരെണ്ണോടെ വച്ചു. എന്നിട്ട് ഈ വടി ആ കരുത്തനായ ബിംബത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പുള്ളി അതും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. പപ്പ വന്നു, പണിശാല തുറന്നു നോക്കിയപ്പോൾ ഈ കാഴ്ച കണ്ട് നടുങ്ങിയിട്ട് പറഞ്ഞു, ഇതെന്താ ഇത്? എത്ര രൂപയുടെ മുതലാ? എന്താ സംഭവിച്ചേ? അബ്രഹാം പറഞ്ഞു, അപ്പാ, വല്ലാത്തൊരു കോലാഹലം കേട്ട് ഞാൻ ഇവിടേക്ക് വന്നു. ഇവറ്റകൾ തമ്മിലെന്തോ പറഞ്ഞ് തർക്കിച്ചു, അടിമൂത്തു. ഈ കൂട്ടത്തിലെ കരുത്തൻ ബാക്കി മുഴുവൻ എണ്ണത്തെ അടിച്ചൊതുക്കിയിട്ട് അവനായിരിക്കുന്നു. കാർന്നർ പറഞ്ഞു, നീ എന്നെ പൊട്ടനാക്കല്ല്, ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. അബ്രഹാം പറഞ്ഞു, അപ്പോൾ അത് നിനക്കറിയല്ലേ, ഇതിനൊന്നും കഴിയില്ലെന്നുള്ള കാര്യം നിനക്കറിയാം. ഈ പണി നിർത്തിക്കൂടെ? അബ്രഹാമും അപ്പനും കലഹിച്ചെന്നും അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അബ്രഹാമിന് സത്യദൈവത്തിൻ്റെ വിളി തൻ്റെ കർണപുടങ്ങളിൽ അലയ്ക്കുന്നത് തിരിച്ചറിയാൻ സാധിച്ചെന്നും ആ വിളിക്കൊടുവിൽ അബ്രഹാം പ്രതികരിച്ചെന്നും, അബ്രഹാമേ, അബ്രഹാമേ, ഞാൻ നിന്റെ ദൈവം, ഞാനാണ് ദൈവം, ഈ സ്ഥലം നീ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം,
നിന്റെ ബന്ധുമിത്രാദികൾ വിടണം. ഈ സ്ഥലം വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ഈ ശബ്ദം കേട്ട മാത്രയിൽ തനിക്കുള്ള കോടികൾ വിലമതിക്കുന്ന ആസ്തിയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അബ്രഹാമും സാറയും സഹായികളും ഒരു യാത്ര പുറപ്പെട്ടു. ആ ശബ്ദം കേട്ട് ആദ്യത്തെ പാദം അബ്രഹാം അങ്ങോട്ട് എടുത്തു വെച്ചത് അന്ന് തുടങ്ങിയ യാത്ര ഇന്ന് രാത്രിയും തീർന്നിട്ടില്ല. അബ്രഹാമിൻ്റെ സന്തതികൾ പരദേശ പ്രയാണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ വരെ? ഇതേവരെ വാഗ്ദത്ത ദേശത്ത് സന്തതികൾ എത്തിയില്ല. അക്ഷരികമായൊരു വാഗ്ദത്ത ദേശം ഭൂമിയിലുള്ളതുപോലെ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായൊരു നഗരം കൺപാർത്ത് യാത്ര തുടങ്ങി. ആ യാത്ര അങ്ങനെ പുരോഗമിച്ച അബ്രഹാം വരും വഴിക്ക് ഈ യാത്രാമധ്യേ 10 രാജാക്കന്മാർ അബ്രഹാമിനോട് എതിർത്തു. അബ്രഹാം പറഞ്ഞു, ഞങ്ങൾ ഈ വഴി ഒന്ന് ഉപയോഗിക്കുന്നതേ ഉള്ളൂ, ഒന്ന് കടന്നു പോകാൻ അനുവദിക്കണേ. ആടുമാടുകളെയൊക്കെ കൊണ്ടിതിലെ പോവാ, അവിടെ നിന്നൊന്നും എടുക്കില്ല, ആടുമാടുകളൊന്നും ഭക്ഷിക്കില്ല, അവയ്ക്ക് വേണ്ട തീറ്റയൊക്കെ ഞങ്ങൾ കാളവണ്ടിയിൽ കരുതിയിട്ടുണ്ട്, വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട്, ഒന്ന് കടന്നു പോകാൻ. 10 രാജാക്കന്മാരും വഴി തടഞ്ഞു. ഇതുവഴി പോകാൻ പറ്റില്ല. പക്ഷെ സംഭവിച്ച കേൾക്കണ്ടേ? വഴി തടഞ്ഞ 10 രാജാക്കന്മാരെയും നിഷ്കരുണം തോൽപ്പിച്ച് അബ്രഹാം വാഗ്ദത്ത ദേശത്തേക്ക് ചെന്നു. ഇപ്പം എന്താ മനസ്സിലായി? വാഗ്ദത്തമുള്ളവൻ്റെ വഴി തടയാൻ 10 അല്ല 10,000 പേരിടയ്ക്ക് നിന്നാലും അവനങ്ങ് ചെല്ലും. ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണം. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപം. ദൈവം നമ്മോട് കൽപ്പിച്ചതെന്തോ അത് നമ്മുടെ നിക്ഷേപം. കയ്യിലൊരു നാണയം സ്വന്തമായി കാണൂല, ബാങ്ക് ബാലൻസ് കാണൂല, ഒരു പിടി ഭൂമി കാണൂല, എല്ലാവരാലും ഒറ്റപ്പെട്ടവനാകാം നിങ്ങൾ. പക്ഷെ വാഗ്ദത്തമുള്ളിടത്തോളം അവന്റെ വഴി തടയാൻ, തോൽപ്പിക്കാൻ ഉലകത്തിലൊരു ശക്തിക്കും സാധിക്കില്ല. അതുകൊണ്ട് വാഗ്ദത്തം പ്രാപിച്ചവൻ ലക്ഷ്യസ്ഥാനത്തെത്തുക തന്നെ ചെയ്യും. അബ്രഹാം അങ്ങനെ എത്തിച്ചേർന്ന സ്ഥലത്തിൻ്റെ പേര് ഷാലൂം എന്നായിരുന്നു. അതിന് സമാധാനമെന്നേ അർത്ഥമുള്ളൂ. അബ്രഹാം ആ സ്ഥലത്തിൻ്റെ പേര് ഊർ ഷാലൂം എന്നാക്കി. അദ്ദേഹം പുറപ്പെട്ടു പോകുന്ന പട്ടണത്തിൻ്റെ പേര് ഊർ. ഇപ്പോൾ എത്തിയ സ്ഥലത്തിൻ്റെ പേര് ഊർ ഷാലൂം. ഈ ഊർ ഷാലൂം എന്നത് സായിപ്പ് എഴുതാൻ നോക്കിയപ്പോൾ വഴങ്ങുന്നില്ല അയാളുടെ നാവ്. സായിപ്പിൻ്റെ എല്ലാം ചില പദങ്ങൾ കിട്ടത്തില്ല. അവൻ തലകുത്തി നിന്നു. 10-200 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് അവൻ പരമാവധി പറയാൻ ശ്രമിച്ചു തിരുവനന്തപുരം. ഇന്ന് വരെ പറ്റിയില്ല. അതിന് അവനൊരു പേരിട്ടു ട്രിവാൻഡ്രം. മനസ്സിലായില്ലേ? പരമാവധി നോക്കിയതാണ്. അവൻ കോഴിക്കോടെന്ന് പറയാൻ നോക്കി, നടന്നില്ല. മറ്റ് പലതും അവന് നേടാൻ പറ്റി. പക്ഷെ നമ്മുടെ ഭാഷ വഴങ്ങിയില്ല. അവൻ അവസാനം ഒരു പേരിട്ടു കാലിക്കട്ട്. അങ്ങനെ ഊർ ഷാലോം സായിപ്പ് എഴുതിയപ്പോൾ ജെറുസലേമായി. ജെറുസലേം. ഊർ അർത്ഥം പട്ടണം, ഷാലോം അർത്ഥം സമാധാനം, ദ സിറ്റി ഓഫ് പീസ്. അതേക്കൂടെ ചെല്ലുമ്പോൾ ഭക്തനായ ഒരു രാജാവിനെ കണ്ടു, പ്രാർത്ഥിക്കുന്ന ഒരു രാജാവിനെ കണ്ടു, ആരാധിക്കുന്നൊരു രാജാവിനെ കണ്ടു, ദൈവത്താൽ അയക്കപ്പെട്ടൊരു ദൈവമകനെ കണ്ടു. പേര് മൽക്കീസദേക്ക്. മൽക്കീസദേക്കിനെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ ബൈബിൾ കാര്യമായി നമുക്ക് വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അവിടെ വിടാം, നമുക്ക് മുമ്പോട്ട് തന്നെ പോകണം. ബഹുമാന്യരെ, ആ ഊർ ഷാലോമിൽ പാർക്കുന്ന അബ്രഹാം ആ നഗരവും നാടും വിശാലമാക്കി വിപുലമാക്കി. പിൽക്കാലത്ത് യെരൂശലേം കേന്ദ്രീകരിച്ച് അടുത്തടുത്ത സ്ഥലങ്ങൾ അബ്രഹാമിൻ്റെ ആധിപത്യത്തിന് കീഴിലെത്തി. അതിനെ ഇസ്രയേൽ എന്ന് പിൽക്കാലത്ത് വിളിച്ചു. യാക്കോബുമൊക്കെ അകന്ന കാലത്താണ്. തലമുറകൾ മുമ്പോട്ട് നീങ്ങി. അബ്രഹാമിൽ നിന്നൊരു 14 വർഷം കഴിഞ്ഞപ്പോൾ, 14 തലമുറ കഴിഞ്ഞപ്പോൾ
ഈ നാട്ടിൽ കരുത്തനായ ഒരു രാജാവ് വന്നു. പേര് ദാവീദ് എന്നാണ്, നിങ്ങളറിയും. ചുരുക്കി പറഞ്ഞാൽ അബ്രഹാമിൻ്റെ 14-ാം തലമുറയിലെ പുത്രൻ്റെ പേര് ദാവീദ്. ദാവീദിൽ നിന്ന് തലമുറ പിന്നെയും മുമ്പോട്ട് പോയി. ദാവീദിൻ്റെ 14 തലമുറ കഴിഞ്ഞപ്പോൾ ഈ തലമുറയ്ക്കൊരു തെറ്റ് പിണഞ്ഞു. സത്യദൈവത്തെ അറിഞ്ഞ അവര് വീണ്ടും അബ്രഹാം തല്ലി തകർത്ത ഏറ്റവും ഹീനമായ മ്ലേച്ഛമായ ബിംബാരാധനയിലേക്ക് അറിയാതെ ചുവടുവെച്ചു. അത്തരക്കാരെ മറ്റ് രാജാക്കന്മാർ കീഴടക്കി. ഒടുക്കം ഇവിടേക്കൊരു കരുത്തനായ രാജാവ് വന്ന ഇസ്രായേൽ മക്കളെ മുഴുവൻ ചങ്ങലക്കിട്ട് പിടിച്ചു കെട്ടി തിരികെ അബ്രഹാം പുറപ്പെട്ടു പോകുന്ന മണ്ണിലേക്ക് കൊണ്ടുപോയി, അടിമത്തത്തിലേക്ക്. ആ വന്ന രാജാവിൻ്റെ പേരാ നെബൂഖദ്നേസർ. അയാൾ ഇസ്രായേൽ മക്കളെ മുഴുവൻ ബന്ധിയാക്കി, അവരുടെ സ്ത്രീകളെ അടിമകളാക്കി, പുരുഷന്മാരെ ചാട്ടക്കടിച്ചു. ഒരു വിലാപം അവരെ തിരികെ കൊണ്ട് ബാബിലോണിലിട്ടു. ഇതാ ബൈബിൾ ഇടയ്ക്ക് പറയും ബാബിലോന്യ പ്രവാസം, ദി ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. 28 തലമുറയ്ക്കപ്പുറത്ത് അബ്രഹാം വാഗ്ദത്തത്തെ ആശ്രയിച്ച് ചങ്കുറപ്പോടെ ഇറങ്ങിത്തിരിച്ച ധീരൻ 10 രാജാക്കന്മാർ വഴിതടഞ്ഞപ്പോൾ ധൈര്യസമേതം നേരിട്ട യോദ്ധാവിന്റെ 28-ാം തലമുറയിലെ കൊച്ചുമക്കൾ തോറ്റു തുന്നമ്പാടി അപ്പൻ ജയാളിയായി പോയ വഴിയിലൂടെ നിരാശരായി കരഞ്ഞ് ബാബിലോണിൽ തിരിച്ചെത്തി. അധികം നാളവിടെ കിടക്കേണ്ടി വന്നില്ല. കണ്ണീരൊടുക്കി പ്രാർത്ഥിച്ചു. 70 കൊല്ലം കഴിഞ്ഞ് അവർ മടങ്ങിയെത്തി. അവിടെ നിന്ന് വീണ്ടും ഈ നാട് ചരിത്രത്തിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് 400ഓളം കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ യേശു കർത്താവ് ജനിച്ചു. മനസ്സിലായോ ഇതുവരെയുള്ള ചരിത്രം? ഏകദേശം പറഞ്ഞതേ ഉള്ളൂ. ലൈവിലൊക്കെ ചിലർ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ആദ്യോടന്തും അതൊന്നും ചേർത്ത് പറഞ്ഞത്. വലിയ ആവശ്യമുള്ള കാര്യമല്ല. ചിലർക്കറിയാം, പക്ഷേ അതിൻ്റെ ഓർഡർ അറിയില്ല, അവിടെ പറ്റുന്നത് ക്രമം അറിയില്ല. ബാക്കി ശ്രദ്ധിക്കുക. അവർ ചിന്തിച്ചത് ഞങ്ങളിങ്ങനെ പല രാജാക്കന്മാർ വന്ന് ഞങ്ങളെ അടിമകളാക്കുക. ഇവരെ തിരിച്ചു കൊണ്ടുവന്നത് പേർഷ്യൻ രാജാവാണ്, കൊണ്ടുപോയത് ബാബിലോണി രാജാവ്. അപ്പോൾ ഇവർ ധരിച്ചു, ഇപ്പം ഞങ്ങളെ ഈ പേർഷ്യൻ രാജ്യവും കഴിഞ്ഞ് അലക്സാണ്ടറുടെ കീഴിലായി. അലക്സാണ്ടറും ഭരിച്ചിട്ട് അവിടെ ഇപ്പോൾ റോമക്കാരുടെ കാൽക്കീഴിലായി. ഇന്നലെ രാത്രി നമ്മൾ അതൊക്കെ പറഞ്ഞു നിർത്തിയതാണ്. റോമിലെ പീലാത്തോസ് യേശുവിനെ കുറ്റം വിധിച്ചതും വിചാരണ ചെയ്തതും നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കഴിഞ്ഞതുപോലെ റോമൻ സർവാധിപത്യം ഏതാണ്ട് 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ ലോകത്തിലെ പ്രബലമായൊരു സാമ്രാജ്യമായി ഭരിച്ചുകൊണ്ടിരിക്കെ ആ വിശാല സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കഷ്ടിച്ച് കാണാൻ പറ്റുന്ന വിധത്തിൽ ഗ്ലോബിലുമൊക്കെ ഒരു ചെറിയ ഭൂമി, അതിൻ്റെ പേരാ ഇസ്രയേൽ. ആധിപത്യത്തിന് കീഴിൽ, റോമൻ ആധിപത്യത്തിന് കീഴിൽ ഞെരങ്ങി. റോമക്കാർ ക്രൂരമായി അവരെ പീഡിപ്പിച്ചു. ക്രൂരപീഡകൾ, മാനസിക ശാരീരികമായ പീഡകൾക്കപ്പുറത്ത് കഠിനാധ്വാനത്തിൻ്റെ പീഡയായിരുന്നു. നികുതി അടച്ച് നികുതി ഭാരത്തിൽ വീർപ്പുമുട്ടി കരം പിരിച്ച് അവരെ പിഴിഞ്ഞ സമ്പത്ത് കൊണ്ട് റോമൻ ജനറൽമാർ കോടീശ്വരന്മാരായി. ഒരു സ്വാതന്ത്ര്യമില്ലാതെ സ്വന്തം നാട്ടിൽ ജീവിക്കുക. അവസാനം അവരാഗ്രഹിച്ചു, ഞങ്ങൾക്കിതിൽ നിന്നാ രക്ഷ, ആരാ ഞങ്ങളെ രക്ഷിക്കുന്നേ? അപ്പോൾ അവരുടെ റബിമാർ, പുരോഹിതന്മാർ വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, നമ്മുടെ തിരുവെഴുത്തുകളിൽ എഴുതി വച്ചിട്ടുണ്ട്, നമുക്കൊരു രക്ഷകൻ വരും, നമുക്കൊരു നായകൻ വരും. അവൻ വന്നിട്ട് റോമക്കാരെ തുരത്തി ഓടിക്കും, എന്നിട്ട് ഒരിക്കലും തീരാത്തൊരു രാജ്യം സ്ഥാപിക്കും. അങ്ങനെ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കെ അവർ പ്രതീക്ഷിച്ചു, ഒരു ദിവസം വരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ വന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് ജനിച്ചു.
കർത്താവ് ജനിച്ചെവിടെ? സ്ഥലപ്പേരെന്താ? ബേത്ലഹേം. ജനിച്ചത് എവിടെയാ? പറഞ്ഞു, എവിടെയാ? ദാവീദിൻ പട്ടണമായ ബേത്ലഹേമിൽ. എവിടാ ജനിച്ചതെന്ന്? പുൽക്കൂട്ടിലാ? പുൽക്കൂട്ടിലല്ല, ചിലർ തെറ്റ് പറയും. വഴിയമ്പലത്തിലല്ല. വഴിയമ്പലത്തിൽ ഇടമില്ലായികയാൽ പശുത്തൊഴുത്തിൽ കൊണ്ടുകൊടുത്തി. ഇപ്പം ഈ ഡെലിവറി എവിടെ നടന്നു എന്ന് ആർക്കും അറിയില്ല. വഴിയിലെവിടെയോ. ഇന്ന് ഇസ്രയേലിൽ ചെന്നാൽ യേശു ജനിച്ചത് ഇവിടെയാന്ന് പറഞ്ഞ് ഒരു ചെറിയ നക്ഷത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് രസാവഹമായൊരു കാഴ്ചയാണ്. ഒരു ചെറിയ പാറക്കെട്ട്. ആ പാറയിൽ വെള്ള നിറമുള്ള ഒരു പൊടി. അത് വാങ്ങാൻ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കും. $8-10 കൊടുക്കണം. അവരത് ഒരു കുപ്പിക്കകത്താക്കി നമുക്ക് തരും. എന്താ ഈ സാധനം എന്ന് കേൾക്കണം. കർത്താവിനെ വിശുദ്ധ മറിയം തൻ്റെ മാതാവ് ഈ കുഞ്ഞായിരിക്കെ മുല കുടിപ്പിച്ച വഴിക്ക് ഈ കുട്ടി ഓക്കാനിച്ച് കമട്ടി. അത് ഈ പാറയുടെ പുറത്ത് കിടന്നു. 12,000 വർഷമായിട്ടും അതിങ്ങനെ ചിരണ്ടി എടുത്തിട്ട് തീർന്നിട്ടില്ല. അതായി കിട്ടുന്ന സാധനം. ഈ മൈദാമാവ് മേടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആളുകൾ വരാറുണ്ട്. ആരാണ്ട് വാരിയിട്ടേക്കുന്ന മൈദാമാവാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊണ്ട് തട്ടുക. ഇങ്ങനെ കഥകളും കെട്ടുകഥകളും കൊണ്ട് അതാകെപ്പാടെ രസാവഹമാണ്. മനസ്സിലായോ? ഒത്തിരി പറയാനുണ്ട് അവിടുത്തെ പറ്റിയൊക്കെ. എന്നാൽ അത് പോട്ടെ, നമുക്ക് വേണ്ടത് അതല്ല. യേശു വന്നു. കേവലം 1000 ദിവസമായി യേശു പ്രവർത്തിച്ച്. 13 വർഷമല്ല, 1000-ൽ പരം ദിവസം. കാരണം 30 വയസ്സ് മുതൽ 33 വരെയുള്ള 3.5 കൊല്ലങ്ങളെ ജൂതപഞ്ചാംഗം വെച്ച് എണ്ണിയെടുത്താൽ 1000-ൽ പരം ദിവസം യേശു പ്രസംഗിച്ചു, പഠിപ്പിച്ചു, പ്രവർത്തിച്ചു. അത്രേ ഉള്ളൂ. നോക്കണേ, യേശു ഒരു പുസ്തകം എഴുതിയില്ല, ഒരു പാട്ടെഴുതിയില്ല. യേശു അരാമിക്കൊഴികെയുള്ള ഒരു ഭാഷയിൽ പ്രസംഗിച്ചില്ല. മറ്റു ഭാഷയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചില്ല. പലസ്തീനിയായുടെ 120 മൈൽ ചുറ്റളവ് വിട്ട് പുറത്തു പോയില്ല. പക്ഷെങ്കിൽ ലോകത്തിൻ്റെ 5 വൻകരകളിലും പ്രസംഗിക്കപ്പെടുന്ന ഒരൊറ്റ നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ലോകത്തിൻ്റെ 5 വൻകരകളിലും പ്രസംഗിക്കുന്നു എന്ന് മാത്രമല്ല, ഞാനിന്നിവിടെ പ്രസംഗിക്കുമ്പോൾ ഭൂമിയുടെ മറുകരയിൽ പകലാണ്. ചിലയിടങ്ങളിൽ ഞായറാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ യോഗമാണ്, യേശുവിനെ സ്തുതിക്കുന്ന യോഗം. ഭൂമിയുടെ ഇങ്ങേ തലക്കലിൽ നിന്ന് നമ്മളും വിളിച്ചു പറയുന്നു, യേശു ഞങ്ങളുടെ രക്ഷകൻ. ഇന്ന് തുടങ്ങിയതല്ല, സർവജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിന്റെ വിളംബരം ദൂതഗണങ്ങളെന്ന് ഘോഷിച്ചു തുടങ്ങിയോ ആ നിമിഷം മുതൽ 24 മണിക്കൂറും ഇടതടവില്ലാതെ, ഒരു മിനിറ്റ് പോലും വ്യത്യാസമില്ലാതെ, ഒരു നിമിഷത്തിന്റെ അകലമില്ലാതെ ഭൂമിയുടെ 5 വൻകരകളിലും എപ്പോഴും ഘോഷിക്കപ്പെടുന്ന ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ മഹത്തര നാമത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ സുവിശേഷത്തിന്റെ സാരാംശം ഇങ്ങനെ ആവർത്തിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അപ്പോഴേ യേശുവിൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നു, യേശുവിനെ പറ്റി പ്രസംഗിക്കപ്പെടുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, വീര്യപ്രവൃത്തികൾ യേശു ചെയ്യുന്നു. വിശ്വസിക്കാൻ അധികം പേരില്ല. ഏതാണ്ട് അവശേഷിച്ചത് 10-70 പേരാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ എണ്ണം 12 അല്ല, 70. തെറ്റിദ്ധരിക്കരുത്, 70 പേരുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്തത് 12 പേര്. ബാക്കി ആളുകളുണ്ട്. പിന്നെ അവരിൽ നിന്ന് പിന്നെ അവരെ ഉപയോഗിക്കുന്നുണ്ട്, മത്യാസനയൊക്കെ. ഇത്രയും പേരുള്ള, ഇത്രയും പേരാണ് യേശുവിൻ്റെ കൃത്യമായ അനുഗാമികൾ. യേശുവിന് സഹോദരന്മാരുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയയെ വിവാഹം കഴിച്ച യോസേഫിനും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുണ്ട്. തെളിവെന്താ? തിരുവെഴുത്ത് പറയുക, ഇവൻ യാക്കോബ്, യോസേ, യൂദ എന്നിവരുടെ സഹോദരനല്ലയോ?
ഇവൻ്റെ സഹോദരിമാരും നമ്മോടുകൂടെ ഇല്ലയോ? അപ്പോൾ കുറഞ്ഞത് 3 ആണും 2 പെണ്ണും 5 പേര്. എന്നോട് പറഞ്ഞ ഒരാൾ, ഈ വിശുദ്ധ മറിയത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്. ഞാൻ പറഞ്ഞ എന്താ വിഷയം? വിശുദ്ധ മറിയം മക്കളെ പ്രസവിച്ചൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു, മക്കളെ പ്രസവിക്കുന്നതിനെ ആക്ഷേപിക്കപ്പെടുന്ന കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 8ഉം 10ഉം മക്കളില്ലേ? മോശപ്പെട്ട കാര്യമാണോ? ആണോ? മക്കളുണ്ടാകുന്ന മോശപ്പെട്ട കാര്യമാണോ? ചില മക്കൾ മോശമായിരിക്കും, പക്ഷേ മക്കളുണ്ടാകുന്ന മോശമല്ല, അതൊരു അനുഗ്രഹമാണ്. നമ്മൾ മറിയെ ആക്ഷേപിക്കുന്നവരല്ല, മറിയെ ആദരിക്കുന്നവരാണ് നമ്മൾ. മറിയെന്നല്ല, ദൈവത്തിന് വേണ്ടി എരിഞ്ഞടങ്ങിയ സകലരെയും ബഹുമാനിക്കുന്നവരാണ് നമ്മൾ, ആദരിക്കുന്നവരാണ് നമ്മൾ. പൗലോസിനെ ആദരിക്കും, മറിയെ ആദരിക്കും, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ ആദരിക്കും. അതുമാത്രമല്ല, ഈ രാജ്യത്തെ ആദരിക്കും. ദേശീയ ചിഹ്നങ്ങളെ, ദേശീയ പതാകയെ, രാജ്യം ഭരിക്കുന്ന മന്ത്രിയെ, രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രിയെ ഒക്കെ നമ്മൾ ആദരിക്കും. ഒരു തർക്കമില്ല. മറ്റു മതസ്ഥരെ, സാമൂഹ്യ പരിഷ്കർത്താക്കളെ, ചിന്തകന്മാരെയൊക്കെ ദൈവമക്കൾ ആദരിക്കണം. പക്ഷെ ആരാധിക്കില്ല, ആരാധിക്കാൻ നിർവാഹമില്ല. ആരാധനക്ക് യോഗ്യൻ ഒരുവൻ 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 മാത്രം. ഈ മുഴങ്കാൽ മടങ്ങുമെങ്കിൽ, ഈ കരം ആരാധനയ്ക്ക് വേണ്ടി കൂപ്പുമെങ്കിൽ, ഈ തലകൾ കൊനിയുമെങ്കിൽ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, സകലത്തിനും കാരണഭൂതനായ, സർവശക്തനായ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, അദൃശ്യൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ഏകസത്യ ദൈവത്തിന്റെ മുമ്പിലെ ഈ ഹൃദയം ദൈവോന്മുഖമായി, ആരാധനോന്മുഖമായി വിധേയപ്പെടാവൂ. അതാണ് ക്രൈസ്തവന്റെ ധർമ്മം. ഹല്ലേലൂയ. അപ്പോളേ യേശുവിനെ നാട്ടുകാരും സ്വീകരിച്ചില്ല. ചിലർ യേശു അതിലെ പോകുമ്പോൾ കളിയാക്കി, നീ ഒരു ശമര്യൻ, നിനക്കൊരു ഭൂതമുണ്ട്. അതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനൊന്നും യേശു പോയില്ല. എനിക്ക് ഭൂതമുണ്ടെന്ന് ഇവർ പറഞ്ഞെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സാരമില്ല. ചിലർ പറയും, നീ തച്ചൻ്റെ മകൻ, നിനക്ക് എന്താ ക്വാളിറ്റി ഉണ്ട് പോ. ചിലർ പറയും, എടാ കുഞ്ഞ്, നീ എവിടെ ശാസ്ത്രം പഠിച്ചേ? നിനക്ക് എന്തോ അറിയാം? നീണ്ട 10-18 കൊല്ലങ്ങൾ ശാസ്ത്രം പഠിച്ച റബിമാരരികിൽ പോയി സംസാരിക്കാൻ നീ ആര്? പക്ഷെ പരിഹാസമൊന്നും യേശു മൈൻഡ് ചെയ്തില്ല. 12 വയസ്സ് പ്രായമുള്ളപ്പോഴ കൊലകൊമ്പന്മാരായ ശാസ്ത്രിമാരെ സംവാദത്തിൽ മുട്ടുകുത്തിച്ചവരുടെ നാവിനെ മിണ്ടാതാക്കി. പ്രയസല്ലോ, പേതല്ല അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇരിക്കെ അവിടുത്തെ അത്ഭുത പ്രവൃത്തികളും പ്രസംഗങ്ങളും പതുക്കെ പതുക്കെ ജനങ്ങളെ ആകർഷിച്ചു. ആയിരങ്ങൾ അവൻ്റെ പിന്നാലെ വന്നു. ആ പ്രസംഗത്തിന്റെ മാധുര്യം ആയിരങ്ങൾ ഏറ്റെടുത്തു. ആ ശബ്ദത്തിൽ വിടുതൽ ആയിരങ്ങൾ ഏറ്റെടുത്തു. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്ന കാഴ്ച ആളുകൾ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. കുഷ്ഠരോഗികൾക്ക് സുഖം അവ വ്യാപിക്കുന്ന കാഴ്ച നേരിട്ട് കണ്ടു. ഒട്ടേറെ മാറ്റങ്ങളുടെ മണ്ഡലത്തിലൂടെ ആളുകൾ സഞ്ചരിക്കുന്ന കാഴ്ച. തള്ളപ്പെട്ടവർ, നിരാകരിക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവർ, അശരണർ, ഇവരെയൊക്കെ യേശു തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ക്ഷമിക്കണം, ഞാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ലോക്കൽ ഒരു പ്രോഗ്രാം, സ്ഥലത്തെ MLA ഒക്കെ ഉണ്ട്. ഈ സ്ത്രീകളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ പ്രവേശനമാണ് അടുത്ത വിഷയം. നവോത്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ്. അപ്പോൾ ആ ചർച്ചയിൽ എന്നെയും പ്രസംഗിക്കാനായിട്ട് ക്ഷണിച്ചു. വേദിയിൽ സ്വാമിമാരും മുല്ലാക്കന്മാരും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു മതം സ്ത്രീകളൊരിടത്ത് പ്രവേശിക്കരുത് എന്ന് പറയുന്നിടത്ത് എന്ന് അവർക്കെതിരെ പ്രശ്നമുണ്ടാക്കിയിട്ട് പോരേണ്ട ബാധ്യത നമുക്കില്ലല്ലോ. അതൊക്കെ ഓരോ മതത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. അതിന് ഞാനിടപെടാൻ ആളല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിനെപ്പറ്റി വലിയ വിവരം എനിക്കില്ല. ഞങ്ങൾ സ്ത്രീകളെ എങ്ങനെ കാണുന്നു, എങ്ങനെ ആദരിക്കുന്നു, അതേപ്പറ്റി കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഈ അധ്യക്ഷൻ അത് ഇഷ്ടപ്പെടില്ല. അങ്ങേര് വന്നിട്ട് പറഞ്ഞു, സാർ, നിങ്ങൾ ഇതുവരെ ഒരു പ്രത്യേക തീർത്ഥാടന കേന്ദ്രത്തിൽ സ്ത്രീകളുടെ പ്രവേശനം ശരിയോ തെറ്റോ എന്ന് പറഞ്ഞില്ല. അത് പറയണം. ഞാൻ പറഞ്ഞേക്കാം. ഏതായാലും പറയാൻ പറഞ്ഞല്ലേ, ഇതായിട്ട് ഇവിടെയും പറഞ്ഞേക്കാം, പേടിക്കണ്ട, ലൈവ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരങ്ങളെ,
അങ്ങനെ എവിടെങ്കിലും ഒരാചാരത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് അവരുടെ വിശുദ്ധ സ്ഥലങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും അവിടേക്ക് പോകരുത്. കേട്ടല്ലോ, ഇതാ എൻ്റെ അഭിപ്രായം. നിങ്ങളാരും അങ്ങോട്ട് പോകണ്ട, നിങ്ങളിങ്ങോട്ട് പോരാൻ പറഞ്ഞു. നിങ്ങളിങ്ങോട്ട് വാ. എന്തിനാണ് ഈ പോലീസിൻ്റെ തല്ലും നാട്ടുകാരൻ്റെ ബഹളവും പത്രക്കാരൻ്റെ ഇടിയും ഇതൊക്കെ മേടിച്ച് എന്നാ ഇത്ര നിർബന്ധം? ഇങ്ങോട്ട് വാ. ഇവിടെ തല്ലില്ല, അടിയില്ല, വീടയില്ല. വരൂ, പാട്ട് പാടൂ, ആരാധിക്കൂ, കൈയടിക്കൂ, സ്തോത്രം പറയൂ, ദൈവത്തിന് നന്ദി കരയിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നൊരു 10 മിനിറ്റൂടെ ഞാൻ അങ്ങ് പ്രസംഗിച്ചു. പറഞ്ഞു വന്ന എന്തിനാണെന്നറിയണ്ടേ? ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്ന് കർത്താവ് മുൻകൂട്ടി അറിഞ്ഞിട്ട് 2000 ആണ്ട് മുമ്പേ ഇതിന് ഉത്തരം പറഞ്ഞു വച്ചിട്ടുണ്ട് ബൈബിളിൽ. എന്താ കാര്യം? ഇതുപോലെ ഒരു സ്ത്രീ, രക്തസ്രവമുള്ള സ്ത്രീ, അവർ വഴിയരികിൽ നിൽക്കുക. യേശു തൊഴി വരുന്നു. ഒരു പാവം പെൺകുട്ടി. അവൾ ഒരു കൗതുകമോ ആരാധനയോ ഒരു താല്പര്യമോ ആകാംക്ഷയോ വല്ലാത്തൊരു വികാരം അവളെ ഭരിച്ചു. അവൾ കൈ പതുക്കെ 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 നീട്ടി ഇങ്ങനൊന്ന് തൊട്ടു. അങ്ങോട്ട് തൊടുകയും യേശു പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ തൊട്ട കുഞ്ഞിഞ്ഞു വന്നേ, മറിഞ്ഞ് അവളിങ്ങോട്ട് വരട്ടെ. ഭയചകിതയായി അവൾ അരികിൽ വന്നു. ഇത് നേരെ തിരിച്ചൊന്നെടുക്കാം. ഇങ്ങനെയുള്ള ഘട്ടത്തിലൊരു സ്ത്രീ തൊടുമ്പോൾ യേശുവിൻ്റെ വിശുദ്ധി നഷ്ടമാകുമെങ്കിൽ അതെങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയാം. യേശുവും ശിഷ്യന്മാരൊക്കെ ഒരു കടയിൽ പത്രോസ്, അന്ത്രയോസ്, യോഹന്നാനൊക്കെ ഉണ്ട്. ആ വരുന്ന വഴിയിൽ ദാ നിൽക്കുന്നു ഒരു സ്ത്രീ, രക്തസ്രവക്കാരിയാണ്. അവളിങ്ങനെ തൊടുകയും യേശുവിൻ്റെ വിശുദ്ധി പോയി കരണ്ട് പോകുന്ന പോലെ ഏതാണ്ടൊരു ഫീലിങ്. യേശു നോക്കി, ഏതാണ്ട് പറ്റി. പത്രോസേ, അന്ത്രയോസേ, എല്ലാം പോടാ. എന്താ പറ്റി? ഞാൻ സ്വർഗത്തിൽ നിന്നൊരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന വിശുദ്ധി ആരാണ്ട് കളഞ്ഞു. എൻ്റെ പൊന്നിയേട്ടാ, ഇങ്ങനൊരാൾ കൈനീട്ടി തൊടുമ്പോൾ തീരുന്ന വിശുദ്ധി അതെങ്കിൽ അതങ്ങ് പോട്ടെന്നേ. മനസ്സിലായില്ല? പറയാം. ഇത് മറ്റൊന്നുമല്ല പറയുന്നേ. ബഹുമാന്യരെ പറയട്ടെ, ഒരു സ്ത്രീ തൊടുമ്പോൾ പോകുന്ന വിശുദ്ധി അല്ല യേശുവിൻ്റെ. സ്ത്രീക്കെന്നല്ല, കുളിക്കാത്തവർ, നനയ്ക്കാത്തവർ, ശരീരശുദ്ധിയില്ലാത്തവൻ, ആജീവനാന്തം മനുഷ്യരുമായി ബന്ധമില്ലാത്ത ആദിവാസിക്കും അവനെ തൊടാം. മാരക കുഷ്ഠരോഗത്തിൻ്റെ വ്രണങ്ങൾ പൊട്ടി ഒലിക്കുന്ന പുഴുക്കളരിക്കുന്ന ശരീരമുള്ളവനും അവനെ തൊടാം. മരിച്ച് നാറ്റം വെച്ചവൻ്റെ ശരീരത്തിലും അവൻ തൊടും. ക്യാൻസറിന്റെ മാരക രോഗമുള്ള ഇടത്തേക്കും അവൻ കരം വെക്കും. സകലരും തള്ളിക്കളഞ്ഞ ആർക്കും വേണ്ടാത്ത ചേരിനിവാസിയെ അവൻ വാരിപ്പുണരും. എന്താണ് കാരണം? മനുഷ്യൻ എഴുതിത്തള്ളിയ ജീവിതങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ അശുദ്ധിയെ മുഴുവൻ ആവഹിച്ചെടുക്കാൻ കഴിയുന്ന പാപപരിഹാരത്തിന്റെ സ്ഥലം, യാഗസ്ഥലം, ആ ശരീരമാ അവനിൽ അർപ്പിക്കപ്പെട്ട ആ വിശ്വാസ നിമിത്തം അവൻ നിന്റെ പാപത്തെ വലിച്ചെടുക്കുമെന്ന് മാത്രമല്ല, അവന്റെ വിശുദ്ധിയുടെ ചൈതന്യം, അവന്റെ തേജസ്സിന്റെ പ്രഭ നിന്നിലേക്ക് വ്യാപരിച്ചിട്ട് നീ ഒരു പുതുമനുഷ്യരായിത്തീരും. ആ പ്രക്രിയയുടെ പേരാ സുവിശേഷം. പാപത്താൽ അധപ്പതിക്കപ്പെട്ട വിലക്ക് പരിശുദ്ധ ജീവിതം പ്രദാനം ചെയ്യാൻ കഴിയുന്ന അതുല്യനായ ദൈവത്തിനെ ഒരു രാത്രി കൂടി ഞങ്ങൾ ഒത്തിക്കാട്ടിക്കൊണ്ട് ആവർത്തിക്കുന്നു. ഇവനത്രേ ഞങ്ങളുടെ രക്ഷകൻ, ഇവനത്രേ പാപപരിഹാരകൻ, അവിടുന്നത്രേ വീണ്ടെടുപ്പുകാരൻ. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. സഹോദരി, ഇവിടുന്ന് ചരിത്രം മുമ്പോട്ട് പോയി. അവനൊരു ദിവസം, ഒരു നിർണായക ദിവസം, ഒരു കഴുതക്കുട്ടിയുടെ മീതെ വാഹനമേറി. അവൻ്റെ പിന്നിൽ ആയിരങ്ങൾ അണിനിരന്നു. അവിടുന്ന് നടന്നു വരുന്ന ആ കഴുതക്കുട്ടിയുടെ മീതെ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ ആളുകൾ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചിങ്ങനെ ഇട്ടു. അതിൻ്റെ പുറത്തുകൂടി കഴുത ചവിട്ടി വരുമ്പോൾ
രാജാതി രാജാവിനെ സ്വീകരിക്കുന്ന വ്യഗ്രതയോടെ ഒലിവുമരത്തിൻ്റെ ചില്ലകൾ പറിച്ചെടുത്ത് അവന് ജയഭേരി മുഴക്കാൻ ആളുകൾ തയ്യാറായി. ചരിത്രം കണ്ടതിലെ മഹത്വപൂർണമായ ഒരു ശക്തി പ്രകടനം. യെരൂശലേമിലേക്ക് മാർച്ച് ചെയ്തു ചെന്നു. ആ പ്രോഗ്രാം കണ്ട റോമൻ ഭരണകൂടങ്ങൾ വിറകൊണ്ടു. ആ പ്രോഗ്രാം കണ്ട യഹൂദന്മാർ അത്ഭുതപ്പെട്ടു. കാരണം ആയുധം കൊണ്ട് നേരിട്ടിട്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചിട്ട് അപവാദ പ്രചരണം നടത്തി. ഒരു ദിവസം ദേവാലയം ഇങ്ങനെ കണ്ടുവരിക. വരുന്നതിൻ്റെ അന്ന് യേശു കർത്താവ് ദേവാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുന്നൊരു ദിവസം വരും. ഒലിവുമലയുടെ മുകളിൽ വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അതെപ്പോൾ? ഇത്രയും പറഞ്ഞ് ശ്രദ്ധിക്ക്, ആ സ്ഥലം കൂടെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. സന്തോഷമല്ലേ? യെരൂശലേമിലേക്ക് യേശു പ്രകടനം നടത്തി ചെന്നു എന്ന് പറഞ്ഞു. യെരൂശലേം അഥവാ ഊർശാലോം എന്താണെന്ന് പഠിക്കണം. എല്ലാം കൊണ്ടൊരു 8 ഏക്കറുള്ള സ്ഥലം, 8.3 acres, അത്ര ഉള്ളു സിറ്റി, മെയിൻ സിറ്റി. ഈ 8.3 ഏക്കറിൽ 5 ചെറിയ മലകളാണ്, ചെറിയ മലകൾ, മൊട്ടക്കുന്നുകളാണ്. ഈ 5 മലകൾ മുട്ടി ഉരുമ്മി ഒരു മല പോലെ കിടക്കുക. നിങ്ങളിപ്പോൾ നോക്കിയാൽ 4 മലയെ കാണാൻ പറ്റൂ. അത് തന്നെ ഈ ബിൽഡിങ്ങൊക്കെ പണിത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയല്ല. ഒരു മല ആരും പ്രാർത്ഥിച്ച് മാറ്റിയതല്ല, കടലിൽ പോയി ചാടിയതൊന്നുമല്ല. ഈ 4 മലയുടെ അകത്താണ് ഒരു മല. ഈ മലകളുടെ പേര് ഞാൻ പറയാം, നമുക്ക് പരിചയമുണ്ട്. 1 യെബൂസ്യനായ ഓർന്നാൻ്റെ കളം. 2 അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ. 3 ഉത്തരഗിരിയായ സിയോൻ. 4 കാൽവറി എന്ന ഗോൽഗോഥ. ഇതിൽ ഈ കാൽവറി എന്ന ഗോൽഗോഥയും മറ്റേ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ച മോറിയായും കണ്ടിങ്ങനെ കാണാവുന്ന ദൂരത്തിൽ 2 ആ മലമുകളിൽ വെച്ച് ഇങ്ങനെ ആട്ടുകൊറ്റനെ വെട്ടി യാഗമർപ്പിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവ് തൊട്ട് പിന്നിൽ കാണുന്ന മലമുകളിൽ വെച്ച്. ഈ കാൽവറി എന്ന മല വലിയ മലയൊന്നുമല്ല. നമ്മുടെ ഈ സ്റ്റേജിൻ്റെ ഉയരം കണ്ട ഏതാണ്ട് ഒരു ഇത്ര കൂടി പൊക്കം കാണും, അത്രയേ ഉള്ളൂ. ചെറിയൊരു മല, ഒരു മൊട്ടക്കുന്ന്. കാൽവരി എന്ന ഗോൽഗോഥ. ഈ 5 മലകളും വന്ന് ഒരു താഴ്വരയിൽ തീരും. ഈ താഴ്വരയുടെ കിഴക്കേ ഭാഗത്ത് നിന്ന് മറ്റൊരു മല തുടങ്ങും. അതൊരു ഗംഭീര മലയാണ്, വലിയൊരു മലയാണ്. നടന്നു പോയാൽ 25 മിനിറ്റ് സമയമെടുക്കും. ആ മലയുടെ പേര് ഒലിവുമല. 5 മലകൾ താഴെ കിടക്കുന്നു, ഒലിവുമല ഉയർന്നു നിൽക്കുന്നു. ഒലിവുമലയ്ക്കും യെരൂശലേമിനും ഇടയിലൂടെ ഒരു നീർച്ചാല്, ഒരു തോട്, അതും നിങ്ങളറിയും, കിദ്രോൻ കയറി ഒലിവുമലയിലേക്ക് പോകുന്ന ഒരാൾ കിഴക്കേ ഭാഗത്തു കൂടി ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഇത് കടക്കുമ്പോൾ കിഴക്ക് ഭാഗത്തൊരു മല ഉയരും. ആ മലയുടെ ആദ്യ ചരിവുണ്ടല്ലോ, ആ ചരിവിനൊരു പേര് പറയും ഗത്സമേന. യേശു പ്രാർത്ഥിച്ച സ്ഥലം ഗത്സമനയുടെ മുകളിൽ ഒലിവുമല. ഒലിവുമലയുടെ അങ്ങേ ചെരിവുണ്ടല്ലോ, ആ ചെരുവിനൊരു പേര് പറയും ലാസർ പാർത്ത ബെഥാന്യ. ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലമാണ്. കടുക് ചെടിയല്ല, മരമുണ്ട് അവിടെ, ഇപ്പോഴും ഉണ്ട്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് മനസ്സിലാക്കാനാ. എൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ, വടക്കോട്ട് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. അങ്ങ് വടക്ക് ഹെർമോന്യ മലയുടെ മുകളിൽ നിന്ന് മഞ്ഞുനീർ പൊടിഞ്ഞ് ചാലുകൾ ഒഴിവായി വന്ന അത് 3-4 മലകൾക്കിടയിൽ എടുത്ത് ചാടി മലം ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന ഭാഗം മുഴുവൻ നിറഞ്ഞിട്ട് ഒരു പാനപാത്രത്തിൽ വെള്ളം ഒഴിച്ച പോലെ കൂടിക്കിടക്കുന്ന തടാകം. ആ തടാകത്തിൻ്റെ ഓരോരം ചേർന്നൊരു നദി ഒഴുകുക.
ഈ ഒഴുകുന്ന നദിയുടെ പേര് യോർദാൻ. ആ കൂടിക്കിടക്കുന്ന വെള്ളമുണ്ടല്ലോ, അതിൻ്റെ പേര് ഗലീലിയ കടൽ. കടലല്ലത് വാസ്തവത്തിൽ തടാകം. ദാവീദ് ഈ മലമുകളിൽ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ടാണ് പറഞ്ഞത്, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയുമൊക്കെ എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. കണ്ടോ, പാനപാത്രം പോലെ നിറഞ്ഞു കിടക്കുന്ന ഗലീലിയ തടാകം. ആ തടാകത്തിലെ വെള്ളം ഇങ്ങനെ യോർദാൻ ശേഖരിച്ചെടുത്തോണ്ട് പോവാ. ഏതാണ്ട് 3.5 മൈൽ നീളവും 14 മൈൽ 3.5 മൈൽ വീതിയും 14 മൈൽ നീളവുമുള്ള ഈ ഗലീലിയ തടാകം ഉണ്ടല്ലോ, കാര്യം കൊച്ചു തടാകമാണെങ്കിലും ബഹു മത്സ്യ സമ്പത്താണ്. ഇവിടുന്ന് ഈ വെള്ളം ഒഴി താഴേക്ക് പോയി ഈ വെള്ളം പക്ഷെ ചെന്ന് ചേരുന്നതോ ചാവുകടലിൽ. ചാവുകടൽ നേരെ തിരിച്ചാ ഒരു മത്സ്യം പോയിട്ട് ഒരു തവള പോലും അവിടെ ജീവിക്കില്ല. ഇങ്ങോട്ട് വന്നു വീഴുന്ന മത്സ്യത്തെ പിടിച്ചെടുത്ത് അടിച്ച് കരയ്ക്ക് തട്ടും. ചത്തുപോയ മത്സ്യത്തിൻ്റെ മാംസം ഭക്ഷിക്കാൻ കാക്ക പോലും വരികയില്ല. അത്തരം ലവണമുള്ള വെള്ളം, ആ കെമിക്കലൊക്കെ പൊതിഞ്ഞ് ഈ മത്സ്യം ജീർണിക്കുന്ന തന്നെ കാലം കഴിഞ്ഞ ജീവനുള്ളതൊന്നും ചാവുകടലിലില്ല. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശുദ്ധജല തടാകമാണ് ഗലീലിയ. മിഡിൽ ഈസ്റ്റിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും സാന്ദ്രത കൂടിയതും ലവണാംശം കൂടുതലുള്ളതും മിനറൽസ് കണ്ടന്റ് ധാരാളമുള്ളതുമായ വെള്ളമാണ് ചാവുകടൽ. നല്ല വെള്ളത്തിൽ നിന്ന് നല്ല മീനുകളെ ഒഴുക്കി കൊണ്ടുവന്ന് ചാവുകടലിൽ ചെന്നിട്ട് അത് തീരെ ആർക്കും പ്രയോജനമില്ലാതെ ഈ കുറ്റം ചുമത്തിയായി നദിക്കൊരു പേര് വന്നത് യോർദാൻ, അർത്ഥം മരണം. മനസ്സിലായോ? ഇതൊക്കെ എൻ്റെ മുകളിൽ നിന്ന് കാണാം, അത്ര ഭംഗിയാണ്. അപ്പോഴേശു ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ ദേവാലയം തകരും. ഇങ്ങോട്ട് നോക്കി. ശിഷ്യന്മാർ ചോദിച്ചു, അത് എപ്പോൾ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം. ഇവിടെ എല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട്. യേശു പറഞ്ഞു, എൻ്റെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു. അവയൊക്കെ വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല. നാളെ രാത്രിയും നമുക്ക് അവസരമുണ്ട്. ഞാൻ ഇന്ന് പോയാലും നാളെ യോഗത്തിൽ വീണ്ടും കാണാം. ഏതായാലും ഒന്ന് പറയട്ടെ, ഇവിടെ നിന്ന് യേശു പറയുന്നത് ഒരു AD 30 ഏകദേശം. കാലം അവിടുന്ന് ഒരു 40 വർഷം മുമ്പോട്ട് വിട്ടു. ഇപ്പോൾ AD 70. പറഞ്ഞതിൻ്റെ അടുത്ത ആഴ്ച യേശു മരിച്ചുപോയി, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാരെ സുവിശേഷമൊക്കെ പ്രചരിപ്പിച്ചു. അവരെ പൊതിരെ തല്ലി, സ്തെഫാനോസിനെ കൊന്നു, യാക്കോബിനെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് വെട്ടി. ഒടുക്കം സഭയ്ക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. യെരുശലേമിലെ സഭയ്ക്ക് പീഡയുണ്ടായി. അവർ പലയിടത്തേക്ക് ചിതറിപ്പോയർ അവിടെ സുവിശേഷം പ്രസംഗിച്ചു. അതതിൻ്റെ ചരിത്രം. പക്ഷേ യേശുവിനെ ക്രൂശിക്കാൻ പിന്തുണ നൽകിയ ക്രൂശിച്ച റോമൻ ഭരണകൂടവും യേശുവിനെ ക്രൂശിക്കാൻ ആരോപണമുന്നയിച്ച യഹൂദ പരീക്ഷകളെയും അമ്പരപ്പിച്ചുകൊണ്ട് AD 70, യേശു മരിച്ച AD 30 നിന്ന് 40 കൊല്ലം കൂടി മുമ്പോട്ട് പോയപ്പോൾ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ സേനാനായകൻ ടൈറ്റസ് കൈസർ ഒരു സേനയെ നയിച്ചു ഇവിടേക്ക്. ടൈറ്റസ് കൈസർ എന്ന് വിളിക്കാൻ കാരണം, ഈ കൈസർ ഒരു സ്ഥാനപ്പേരാ, രാജാക്കന്മാരുടെ പേരാണ് റോം ഭരിക്കുന്നത്. ഇയാൾ പിന്നെ രാജാവെന്ന് കിട്ടും. അല്ലെങ്കിലും പണ്ടത്തെ വീരന്മാർക്കെല്ലാം ഇപ്പോൾ പട്ടിയാണ് ആ പേര് കൈകാര്യം ചെയ്ത് നിലനിർത്തുന്നത്, ഓർമ്മ നിലനിർത്തുന്നത്. സീസർ, കൈസർ എന്നൊക്കെ വിളിച്ചാൽ പോട്ടെ. അപ്പോൾ പറഞ്ഞതേ, ചെറ്റക്കുടിൽ പോലും ജനിക്കാൻ ഭാഗ്യമില്ലാതെ വഴിയിൽ കിടന്നവൻ രാജാതിരാജാവായി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുമ്പോൾ അവനെ ക്രൂശിച്ചവൻ്റെ പേര് കാലം പാട്ടിക്കിട്ട് വിളിച്ചു. അതൊരത്ഭുതം. പോകട്ടെ. അപ്പോൾ ഇനി മുമ്പോട്ട് പോകണം. ഇവിടുന്ന് ഈ ടൈറ്റസ് വരുമ്പോൾ അറിയുന്നു, ഈ ദേവാലയം മുഴുവൻ സ്വർണ്ണനിർമ്മിതമായ വസ്തുക്കളുണ്ട്. ശരിയാണ്, വിലപിടിപ്പുള്ള ധാരാളം
ഉപകരണങ്ങളുണ്ട്. വെള്ളി കൊണ്ടുണ്ടാക്കിയ, പൊന്നു കൊണ്ടുണ്ടാക്കിയ, തങ്ക നിലവിളക്കും വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങളുമുണ്ട്. അത് കൊള്ളയടിക്കാൻ കൂട്ടാക്കി വിശാലമായ യെരുശലേം എന്ന നഗരത്തിന്റെ ചുറ്റും ആയുധധാരികളെ കാവൽ നിർത്തി കീഴടങ്ങാൻ ആജ്ഞ കൊടുത്തു. കീഴടങ്ങുന്നില്ലെങ്കിൽ ഒരുത്തനെയും ജീവനോടെ പുറത്തുവിടരുത്, ഇറങ്ങി വരുന്ന വഴിക്ക് വെട്ടണം. യെരുശലേമിൻ്റെ 8 വാതിൽ എതുവഴി ചാടിയാലും വെട്ടി ഇല്ലായ്മ ചെയ്യാൻ ആളുകളെ കാവൽ നിർത്തി. പക്ഷേ അതിനകത്ത് ഭക്ഷണമൊക്കെ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ചെറുത്തു നിന്നു. ടൈറ്റസ് ക്ഷമയുള്ള ആളായിരുന്നു. 2-2.5 മാസം കഴിഞ്ഞപ്പോൾ ഭക്ഷണം തീർന്നു. ഒന്നും കിട്ടാനില്ല. നിലത്ത് കിളുക്കുന്ന പുല്ല് കടിച്ചു പറിച്ചു തിന്നു മനുഷ്യർ. അതുകൊണ്ടും പറ്റാതെ വന്നപ്പോൾ അവർ ധരിച്ചിരുന്ന ചെരുപ്പുകൾ കടിച്ചു പറിച്ചു തിന്നു. തോളുൽപ്പന്നങ്ങൾ പലതും കടിച്ചു പറിച്ചു തിന്നു. ചത്തഴുകിയ ഒട്ടകത്തിൻ്റെ മാംസം അവർ കടിച്ചു പറിച്ചു തിന്നേണ്ടി വന്നു. മൃഗങ്ങളുടെ ജീർണാവശിഷ്ടങ്ങളെ ഭക്ഷിക്കേണ്ടി വന്നു. ചെറുതുൽപ്പന്നം ഫലം കണ്ടില്ല. എല്ലും കോലവുമായി അനേക ആളുകൾ അതുവഴി ഇറങ്ങി വരുമ്പോൾ നിഷ്കരണം പടയാളികൾ വെട്ടിക്കൊന്നു. ഒടുക്കം എല്ലാം ഒന്നടങ്ങിയപ്പോൾ ടൈറ്റസും സേനയും അകത്തേക്ക് ഇരമ്പിക്കയറി. വലിയ തടിക്കട്ടയുടെ അഗ്രത്തിൽ ഇരുമ്പ് മുനകൾ കടിപ്പിച്ചിട്ട് അതിങ്ങനെ തൂക്കിയിടും. ആ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് മുനകൾ എങ്ങനെ അഗ്രത്തിൽ തടിക്കട്ടയിൽ പിടിച്ച് പിന്നോട്ട് കൊണ്ടുവന്നിട്ട് ആനകളെ കൊണ്ട് വലിപ്പിച്ചിട്ട് നിശ്ചിത അകലത്തിൽ വെച്ച് അവ വിടും. ഇവ ആടിച്ചെന്ന് പടുകുറ്റൻ ഈ മതിലിൻ്റെ അടിത്തട്ടിൽ ഇടിക്കും. യന്ത്രമുഷ്ടി എന്ന ഇതിന് പറയുക. ഇടിച്ച് നശിപ്പിച്ച് കല്ലുകൾ പിഴുത് സേനയകത്ത് കിടന്നു. കല്ലുകൾ ഇടിഞ്ഞു വീണു പലരും മരിച്ചു. പ്രാണരക്ഷാർത്ഥം ആലയത്തിനുള്ളിലേക്ക് ചിലർ ഓടിക്കയറി. ആലയത്തിന് ആ തിരക്കിനിടയിൽ തീ പിടിച്ചു. തീ ആളിക്കത്തി. അഗ്നിയുടെ പ്രളയത്തിൽ യെരുശലേം ദേവാലയം കത്തിയമർന്നപ്പോൾ ആനകൾ വിരണ്ടു, ആളുകൾ 4 ചുറ്റും ഓടി. ദേവാലയം കത്തിയമരുന്ന കാഴ്ച ടൈറ്റസ് കൈസർ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. അദ്ദേഹത്തിന് ആലയം കത്തിക്കണമെന്ന് ആഗ്രഹമില്ല. ഇത് തൻ്റെ ദേവന് വേണ്ടി ഒരു ക്ഷേത്രമാക്കാൻ പദ്ധതി കിട്ടു വന്നതാ. പക്ഷേ സകലത്തെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് ആളിക്കത്തുന്ന അഗ്നിജാലകൾക്കിടയിൽ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. തൻ്റെ വാക്കോ ആഗ്രഹമോ ജയിച്ചില്ല. എല്ലാം ദിവസങ്ങൾക്കുള്ളിൽ ചാരമായി തീരുമ്പോൾ ടൈറ്റസിന്റെ ആഗ്രഹമോ നടപ്പായില്ലെങ്കിൽ ഇയാൾ പാദമുതി നിന്ന ഇതേ ഒലിവുമലയിൽ ഒരു പുരുഷായുസപ്പുറത്ത്, ഒരു തലമുറയ്ക്കപ്പുറത്ത് 40 ആണ്ടുകൾക്ക് മുമ്പ് എൻ്റെ അരിമനാഥനായ യേശു കർത്താവ് നിന്നുകൊണ്ട് പറഞ്ഞു, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ ഇന്ന് രാത്രി ആ ശബ്ദത്തിന്റെ ഉടമയാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. അവിടുന്ന് പറഞ്ഞത് ഒന്നും നടപ്പിലാകാതിരുന്നിട്ടില്ല. അവിടുന്ന് കൽപ്പിച്ചതൊന്നും സംഭവിക്കാതിരുന്നിട്ടില്ല. ആ വാക്കിന്റെ ഉടമയെ ഞങ്ങൾ ഹൃദയംഗമായി വിശ്വസിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ ആ ദൈവപുത്രനെയാ ഞങ്ങൾ ഇന്ന് രാത്രി രക്ഷകനായി ഉയർത്തി കാണിക്കുന്നത്. ഹല്ലേലൂയ. ഈ തീ അടങ്ങിയപ്പോൾ ആരോ പറഞ്ഞു, പ്രഭു തീയൊക്കെ അടങ്ങിയല്ലോ. കെട്ടടങ്ങിയ ചാരത്തിനുള്ളിൽ എവിടേക്കോ ഈ നിധി വിശേഷിച്ച് സ്വർണ്ണം സംബന്ധമായ വസ്തുക്കൾ കത്തി ഉരുകി ഭൂമിക്കടിയിൽ കിടപ്പുണ്ടാവും. തറയ്ക്കുള്ളിൽ ടൈറ്റസ് ആളുകളെ കൊണ്ടുവന്നു. ഇരുമ്പ് കലപ്പകൾ കൊണ്ടുവന്ന ആനകളെ കൊണ്ട് കെട്ടി ഉഴുതുമറിച്ചു കല്ലുകൾ. സ്വർണ്ണക്കട്ടി തേടി ടൈറ്റസിൻ്റെ ജോലിക്കാർ പണിയെടുക്കുമ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ 2ാം ഭാഗം നിറവേറി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. ദേവാലയ ഇന്നാകെ അവിടെ ഉള്ളത് പഴയ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ട് വാളാണ്. ദേവാലയത്തിൻ്റെ ഒന്നും ബാക്കിയില്ല. ചുറ്റുമതിൽ അതിൻ്റെ ഒരു ഭാഗം. അതിൽ യഹൂദൻ തങ്ങളുടെ തല മുട്ടിച്ചിട്ട് കരയും, പ്രാർത്ഥിക്കും, യഹോവേ ശുഭത നൽകണമേ, പണ്ടത്തെ പോലൊരു നല്ല കാലം കൊണ്ടു തരണമേ. അതിനാ പറയുന്നത് വിലാപമതിൽ. വിലാപമതിൽ ആലയമല്ല, ആലയത്തെ സൂക്ഷിച്ചിരുന്ന സംരക്ഷണ ഭിത്തിയാണ്. ഇനി പോട്ടെ, ശൂന്യമായി പോയി ആലയം. ഞാൻ പ്രസംഗിക്കുന്ന രാത്രി വരെ ഒരുത്തനും അത് പണിതിട്ടില്ല ആലയം. ഇനി ആലയവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ സമയമുണ്ടെങ്കിൽ നാളെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനെ മറ്റൊരു രീതിയിലാണ് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഇത് വന്നില്ലെന്ന് എനിക്കറിയാം. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. ഇതാ
50 കൊല്ലം കൂടെ കാലം മുമ്പോട്ട് വന്നു. രാജ്യം മറ്റൊരു രാജാവ് ഭരിച്ചു, ചക്രവർത്തി ഹദ്രിയൻ. AD 125 ഹദ്രിയൻ ഉത്തരവിട്ടു, ഇനിമേൽ ഒറ്റ യഹൂദനെ യെറുശലേമിലെന്നല്ല പാലസ്തീനിയായുടെ 120 മൈൽ ചുറ്റളവിൽ എങ്ങും കണ്ടുപോകരുത്. പൊക്കോളാൻ പറഞ്ഞു. കയ്യിൽ കിട്ടിയ ഭാണ്ഡവും കിട്ടിയതൊക്കെ കൊണ്ട് മക്കളെ, പ്രായമുള്ള അപ്പനെ, അമ്മയെ, രോഗിയായ സഹോദരനെ, അംഗവൈകല്യം സംഭവിച്ചവരൊക്കെ ഏന്തിക്കൊണ്ട് അവർ പലായനം ചെയ്തു. അടുത്തടുത്ത രാജ്യങ്ങളിലേക്ക് ചേക്കേറി, രാജ്യം വിട്ടുപോയി. യഹൂദൻ അങ്ങനെ 1000 ആണ്ടുകൾ ജനസമുദായ കടലിൽ കിടന്നു. പലയിടങ്ങളിലേക്ക് അവൻ ചിതറി കേരളം വരെ വന്നു. ഇങ്ങനെ ചിതറിക്കിടന്നവൻ ഒരു വ്യത്യാസം ഉണ്ടായി. നമ്മളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് അവരെ കഴിവതും നമ്മുടെ കുട്ടികളെ കല്യാണം കഴിക്കില്ലായിരുന്നു. അവൻ്റെ മക്കളെ നമുക്കും തരില്ലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ വംശത്തെ ശുദ്ധി ചെയ്ത് സൂക്ഷിച്ചു. നമ്മുടെ ആഹാരം കഴിക്കില്ല, നമ്മുടെ ജീവിതചര്യയൊന്നും അവൻ ഉപയോഗിക്കില്ല. അവനൊരു ഭാഷയുണ്ട്, അത് സൂക്ഷിച്ചു വെച്ചു, വേദം വായിക്കാൻ. അത് ഹീബ്രു എന്നതിൻ്റെ പേര്. അവൻ പോയിടത്തൊരു പള്ളി പണിതു, സിനഗോഗ് എന്ന പേര്. പുരോഹിതനെ കിട്ടിയില്ലെങ്കിൽ കുടുംബത്തിലെ കാരണവർ പുരോഹിതൻ്റെ സ്ഥാനം വഹിച്ചുകൊണ്ട് ആരാധന നടത്തി. അത് കണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. കാലം കുറെ കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ട അഭിവൃദ്ധി അവരെ വിട്ടുപോയി. ജൂതന്മാർ പോയിടത്തെല്ലാം നല്ല പഠിപ്പുള്ളവരായി, പോയിടത്തെല്ലാം അത്യധ്വാനം ചെയ്തു കാശുള്ളവരായി. കാശുണ്ടാക്കാൻ ഏത് വഴിയും അവൻ സ്വീകരിച്ചു. അവരാണ് ഈ ബ്ലേഡ് ബാങ്കും പരിപാടിയൊക്കെ തുടങ്ങിയത്. കൊള്ളപ്പലിശ. നിങ്ങൾ പഠിക്കുന്ന, കുട്ടികൾ പഠിക്കുന്ന മർച്ചൻ്റ് ഓഫ് വെനീസ് ഉണ്ടല്ലോ, ഷേക്സ്പിയറുടെ ഞാൻ തോന്നുന്നു, മർച്ചൻ്റ് ഓഫ് വെനീസ്. ഷേക്സ്പിയറുടെ മർച്ചൻ്റ് ഓഫ് വെനീസിൽ കൊള്ളപ്പലിശ വാങ്ങുന്നൊരു ഷൈലോക്കുണ്ട്. അയാൾ ജൂതനാണ്. നാടകങ്ങളിൽ, കഥകളിൽ, നോവലുകളിലൊക്കെ കൊള്ളപ്പലിശയുടെ പ്രതീകങ്ങളായി ജൂതന്മാരെ കണ്ടു. അവരങ്ങനെ ആയിരുന്നു. ഇന്നും ജൂതൻ്റെ ബാങ്കുകളാണ് കൊള്ളപ്പലിശ വാങ്ങി നമ്മളെയൊക്കെ പറ്റിക്കുന്നത്. ഇൻഡസിൻറ്റും ICICയും HDFC എന്നൊക്കെ പറയുമ്പോൾ ക്യാഷ് നേരെ കറങ്ങി കുത്തി അവൻ്റെ ഇല്ല ചെല്ലുന്നത്. ഞാനത് മറ്റൊരു ഘട്ടത്തിൽ പറയാം. ഏതായാലും കാശുണ്ടാക്കി. അങ്ങനെ പോയിടത്തൊക്കെ പീഡിപ്പിക്കപ്പെട്ട യഹൂദനെ കാശുണ്ടെങ്കിലും പീഡ. ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പം ഏതായാലും കാശുള്ളതല്ലേ കുറങ്ങിതാ. ചില വിദ്വാന്മാരെ കണ്ടിട്ടില്ലേ, ഭായിമാർക്ക് വില കൂട്ടിക്കൊടുക്കുക, നിയമവിരുദ്ധ അകത്തു പോവും. മനസ്സിലായോ? ചെയ്യരുത്. മറ്റൊരു രാജ്യത്തു നിന്ന് വന്നവന് ചാർജ് കൂടുതൽ. സർക്കാർ അറിഞ്ഞാൽ പിടിക്കും. അവൻ നമ്മുടെ അതിഥിയാണ്, മറ്റു രാജ്യത്തു നിന്ന് വന്നേ. മനസ്സിലായില്ലേ? ഇതുപോലെ ജൂതനോട് ചെയ്തു. നമ്മളൊക്കെ ഭായിമാരോട് എത്ര ആദരവ് കാണിക്കുന്നത്, എന്നാൽ ജൂതന് കിട്ടിയ അവസ്ഥ കിടക്കണം. കലാലയങ്ങളിൽ പഠിക്കാൻ ചെല്ലുന്ന കുഞ്ഞുങ്ങൾ എത്ര നല്ല മികച്ച വിജയം നേടിയാലും ഗ്രേഡ് കൊടുക്കുകയില്ല. പറയും, നീ യേശുവിനെ ക്രൂശിച്ച ജാതിയല്ലേ, ഇത് കോപ്പിയായിരിക്കുമ്പോൾ പറഞ്ഞുവിടും. ഒരു പോലീസ് സ്റ്റേഷനിൽ ജൂതൻ്റെ പേരിൽ കുറ്റം ചുമത്തിക്കൊണ്ടുവന്നാൽ അവരെ നോക്കിയിട്ട് പറയും, കൂടുതലൊന്നും പറയണ്ട, നീ ജൂതനാ, നീതി ചെയ്ത. അവൻ്റെ നീതി നിഷേധിക്കപ്പെട്ടു. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തദ്ദേശീയനായ അവസാനത്തെ ആളും കയറിക്കഴിഞ്ഞേ ജൂതന് കയറാൻ പറ്റൂ. സീറ്റിൽ ഇരുന്ന് പോയാൽ നാട്ടുകാരൻ വന്നാൽ എഴുന്നേറ്റ് കൊടുക്കണം, ഇരട്ടി കൂലി. കാര്യം ചോദിച്ചാൽ പറയും, നീ ജൂതനാത്രേ ഉള്ളൂ. ക്രൂരതയായിരുന്നു അവരോട് ഇടപെട്ടത്. ജർമ്മനിയിലെ ഹിറ്റ്ലർ, ഇറ്റലിയിലെ മുസോളിനി, റഷ്യയിൽ സർചക്രവർത്തിമാർ, ലോകത്തിൽ അവൻ പോയ മിക്ക സ്ഥലങ്ങളിലും ക്രൂരത. പക്ഷെ അവനെ ഉപദ്രവിക്കാത്ത ഒരു നാടുണ്ട്. പറയോ, അവനെ ഒന്നും ചെയ്യാത്തൊരു നാട്. ഒരു ഉപദ്രവവും വരുത്താതെ അവൻ്റെ ആരാധന നടത്തുവോ പാട്ട് പാടുവോ അങ്ങനെ അവനെ കരുതിയൊരു നാടുണ്ട്. പേര് പറയാവുന്നു. ഇന്ത്യ എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, കേരളം എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഇന്ത്യ ഉണ്ടായ പിള്ളേർ ചോദിച്ച പോലെ
ഇന്ത്യ ഉണ്ടായിട്ട് 100-150 കൊല്ലമായുള്ളൂ. ബ്രിട്ടീഷുകാർ 1885 ഈ പേരിടുന്നതിന് മുമ്പ് നമ്മൾ 560 പരം നാട്ടുരാജ്യങ്ങളാണ്. തിരുവിതാംകൂർ, കൊച്ചി, പിന്നെ അതിനകത്ത് നമ്മുടെ സഭയുടെ സെൻറ്റർ എന്ന് പറഞ്ഞ പോലുള്ള വലിപ്പം പോലും ഇല്ല ചില രാജ്യങ്ങൾക്ക്. പാറശാല സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ രാജ്യങ്ങളാണ്. തിരുവല്ല രാജാവ്, കൊച്ചി രാജാവ്, എഴുമറ്റൂർ രാജാവ്, വെല്ലൻ രാജാക്കന്മാരാ. പക്ഷേ സ്വന്തമായിട്ടിരിക്കാൻ ഒരു ഒരണ്ടിപ്പല പോലും ഇല്ല, അന്നുമില്ല. നമ്മളുണ്ടാക്കുന്ന വാഴക്കൊല, നമ്മളുണ്ടാക്കുന്ന തേങ്ങ, ഇതെല്ലാം കൊണ്ട് കാണിക്ക വെച്ചിങ്ങനെ വെക്കണം. ആശാനിൽ നടിച്ചിട്ട് പറയാം നാടുവാഴിയാണ്. നമ്മുടെ അവസ്ഥ അതിലും കഷ്ടം. നമ്മൾ പ്രജകൾ അങ്ങനെ അവിടെ ജീവിച്ച്, എങ്കിലും നമ്മൾ നമ്മുടെ രാജ്യത്തെ അവനെ പാർപ്പിച്ചു. അവൻ കരുത്ത് കാട്ടി. ഇപ്പോഴും 7-8 പേര് പോകാതെ കിടപ്പുണ്ട്. കൊച്ചിയിലുണ്ട് അവർ, ജൂതന്മാർ. അപ്പം നമുക്ക് ഇന്ത്യ ചരിത്രമൊക്കെ ഞാൻ പറയുന്നൊരു വീഡിയോ ആഗസ്റ്റ് 15 ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ മതി. അതിൽ ഇന്ത്യ ചരിത്രം ചിലർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ നമ്മളെങ്ങാണ്ടൊന്ന് വന്നാന്നൊക്കെയാണ് ചിലർ പറയുന്നത്. നമ്മളെങ്ങാണ്ടൊന്ന് ഇറക്കുമതി ചെയ്ത ആൾക്കാരാണ് ഇന്ത്യയിലെ ക്രൈസ്തവരെന്നല്ല. അതിന് ഭരണഘടനാ ശില്പി അംബേദ്കർ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ത്യയിൽ ക്രൈസ്തവരും ഇസ്ലാം മതങ്ങളും ഒക്കെ വന്ന കേട്ടോ. പക്ഷേ ഇന്ത്യയിലേക്ക് ഓരോ ഘട്ടങ്ങളിൽ വന്ന മതങ്ങളാണ് പ്രധാന മതങ്ങളെല്ലാം. ഇന്ത്യയിലുണ്ടായ മതം ബുദ്ധിസവും ജൈനിസവും ചാർവാക മതവുമേ ഉള്ളൂ. ബാക്കിയൊക്കെ വന്നവരാ. ഈ തർക്കം നടക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം വന്ന ട്രെയിൻ ആദ്യം പോകണം, രണ്ടാമത് വന്ന ട്രെയിൻ അതിന് ശേഷം പോകണം, മൂന്നാമത് വന്ന ട്രെയിൻ അതിന് ശേഷം പോകണം. അതാ അതിൻ്റെ നീതി. അല്ല എല്ലാ ട്രെയിനും ഇവിടെ കിടക്കും. മനസ്സിലായില്ലേ? പോട്ടെ. ഞാനതൊക്കെ ആഗസ്റ്റ് 15 മുന്നേ 2 മെസ്സേജ് ചെയ്തിട്ടുണ്ട്. 2-2.5 മണിക്കൂറുള്ള സാധനം. അത് കണ്ടാൽ മതി. പറയേണ്ടതെല്ലാം അതിലുണ്ട്. അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇന്ത്യയിൽ നമ്മൾ വോട്ട് ചെയ്യുന്ന, നമ്മൾ അഭിപ്രായം പറയുന്ന, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത് ആരുടെ ഔദാര്യത്തിലല്ല, ഭരണഘടനാപരമായ അവകാശമാണ്. സന്തോഷമില്ലേ നിങ്ങൾക്ക്? സ്തോത്രം. പ്രൈസല്ലോ. പ്രിയപ്പെട്ടവരെ, ചില പാസ്റ്റർമാരൊക്കെ ഈ പരസ്യവും നടത്തി പറയും, മഹത്തായ ഈ ഭാരതത്തിൻ്റെ സംസ്കാരം എന്തോ മഹത്വമാടോ. അമ്മയ്ക്ക് മാറുമറിക്കാനും വയ്യ, വഴിയെ മനുഷ്യന് നടക്കാൻ വയ്യ. ഇതൊക്കെ മഹത്വമാണോ? മനുഷ്യന് വെളിവും ബോധവും ഒക്കെ ഉണ്ടായത് 47-ന് ശേഷമാണ്. ഈ പഴയ ആൾക്കാർ പറയുന്ന കഥ കേട്ട് വിശ്വസിക്കല്. പണ്ടത്തെ മനുഷ്യൻ എന്തൊരാരോഗ്യമോ ഒന്നുമില്ല. 80-90 വയസ്സുള്ള മനുഷ്യരും ഇപ്പോഴും മുഖ്യമന്ത്രിയാകാൻ റെഡിയായിട്ട് നടക്കുക. നമ്മുടെ ഇപ്പം പണ്ട് 60-ാം വയസ്സിൽ നമ്മളൊരു പരുവാകും. നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കും. പച്ചക്കറിക്കകത്ത് വിഷം, തേങ്ങയ്ക്കകത്ത് വിഷം, മാങ്ങയ്ക്കകത്ത് വിഷം. എൻ്റെ പൊന്ന് സാറേ, ഇതൊക്കെ വന്ന ശേഷം മനുഷ്യൻ്റെ പട്ടിണി മാറിയേ. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് വരുന്ന മൊത്തം വിഷം ഒന്നുമല്ല. അതങ്ങോട്ട് കുത്തി നോക്കിയേ, ചാകാൻ തുടങ്ങുന്നു. എഴുന്നേറ്റിട്ട് പറയും മോളെ എന്ന് കാണണമെന്ന്. പിടികിട്ടിയോ? ചില ആളുകളെ കണ്ട് അവർ ആദ്യം ഇംഗ്ലീഷ് വരുന്നതിന് 100 കുറ്റം പറയും. ആ മരുന്ന് അങ്ങനെയാണ്, അതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്, അതിന് ഇന്ന ദോഷമുണ്ട്, ഷുഗറിന് അവിടെ ഒരു വൈദ്യനുണ്ട്, പ്രഷറിന് താണ്ട് അവിടെ ഒരു ഒറ്റ പോകല്ലേ. ഇംഗ്ലീഷ് മരുന്നേ ചെയ്യാവൂ. അതിൻ്റെ കാരണം കൂടി പറയാം. ഇതൊക്കെ ഭക്തന്മാരായ ആളുകൾ പ്രാർത്ഥിച്ച് കണ്ടെത്തിയ ഗവേഷണമാണ്. ഇംഗ്ലീഷ് മരുന്നുകൾ പലതും ഓരോന്നും എനിക്ക് തെളിയിക്കാനുള്ള നേരമില്ല. മനസ്സിലായില്ല? അതൊന്ന് പറയണം. പണ്ട് നമ്മുടെ രാജ്യത്തൊരുത്തിന് രോഗം വന്നാൽ ആയുർവേദമുണ്ട്, പക്ഷേ അതെല്ലാവർക്കും കിട്ടില്ല. കാരണം രോഗിയും ഡോക്ടറും തമ്മിൽ അയിത്തം നിമിത്തം ദൂരെ നിൽക്കണം. ഈ തിരുമുൽപ്പാട് ഇവിടെ നിൽക്കും, അപ്പോൾ രോഗി അവിടെ നിൽക്കും. 30 അടി അകലെ മറ്റു പിന്നോക്കരും, 60 അടി അകലെ ദലിതരും, 72 അടി അകലെ നായാടികളും അങ്ങനെ നിൽക്കണം. ഇപ്പോൾ ഡോക്ടറും രോഗിയും നമ്മൾ അകലം കണ്ടോ? ഇടയ്ക്ക് നിന്നൊരു കാര്യക്കാരനുണ്ട്. പുള്ളി ഓടി വന്നിട്ട് രോഗം ചോദിക്കും. ഡോക്ടറുടെ അടുത്തേക്ക് ഓടി വരും. പുള്ളി ലക്ഷണം ചോദിക്കും. അവസാനം എല്ലാം പറഞ്ഞിട്ട് കിഴുകാനെല്ലി ഇത്ര, പെരിഞ്ചീരകം ഇത്ര, ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് കൊടുത്തിട്ട് പറയും ഇതെല്ലാം കൂടെ ആ കഷായം വെച്ച് കുടിച്ചോണം. കാശ് മേടിക്കുക. അതിന് അയിത്തമൊന്നുമില്ല. പണ്ട് അങ്ങനെ സ്ത്രീക്കും കാശിനും അയിത്തമില്ലായിരുന്നു. പണ്ടും പറച്ചിലുള്ള അയിത്തം. മനസ്സിലായില്ലേ പറഞ്ഞു? അവിടെ അയിത്തവും തൊടിയിലും ഒന്നുമില്ല. ഇങ്ങനെ ആയിരുന്നു നമ്മുടെ പല മാടമ്പിമാരും പണ്ട് ഈ രാജ്യത്ത് ഇങ്ങനെ ഭരിച്ചതെന്നേ. പോട്ടെ. അപ്പോഴാണ് ഈ സായിപ്പേ ഒരു കുടലുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു. അയാളുടെ കൂടെ ഒരു മെഡിക്കൽ പെങ്കൊച്ച് രോഗി തൻ്റെ മുമ്പിൽ വരുന്നു. ഡോക്ടർ ഈ കുഴലെടുത്ത് കഴുത്തിലേക്ക് ഇട്ടു. രോഗിയുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു.
രോഗി വിറച്ച് നിൽക്കുക. ഈ സ്റ്റെതസ്കോപ്പ് അങ്ങോട്ട് വെച്ചു. ഈ പെങ്കൊച്ച് ബാഗ് തുറന്നിട്ട് ഈ തെർമോമീറ്റർ കയ്യിലെടുത്തു. അവൾ ഡെറ്റോൾ വെള്ളത്തിലൊന്ന് കുടഞ്ഞു. നാക്ക് പൊക്കി അങ്ങോട്ട് വെച്ചു. അവളും കുടഞ്ഞു. അപ്പോൾ സാറേ 103 ഡിഗ്രി, 102, നോർമൽ 90. ഓരോന്നും ഇങ്ങനെ എഴുതി പോവാ. ഈ സാധനം ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഡെറ്റോൾ വെള്ളത്തിലൊന്ന് മുക്കും. ഈ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്പൂതിരിയെ, നായരെ, നായാടിയെ എല്ലാവരെയും തൊട്ട് പോവുക. ചേട്ടന്മാരെ ക്ഷമിക്കണം, അരിവാൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ വിപ്ലവത്തേക്കാൾ വലുതാ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കൊണ്ട് തൊട്ട് ജാതി മാറ്റിയ സാധനമാണെന്ന്. എനിക്ക് വിശ്വാസമില്ല. പിണങ്ങാൻ പറഞ്ഞ സാധനമല്ല, വസ്തുതയില്ലേ ഈ പറഞ്ഞേ. ഈ സാധനം കൊണ്ടേ തൊട്ട് അങ്ങനെ 100 കാര്യം പറയാം നമുക്ക്. പോട്ടെ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭൂതകാലം ഉണ്ടായിരുന്നു ഇവിടെ. അതിന് മാറ്റം വന്ന് നമ്മൾ പ്രജ എന്നുള്ള അതിൽ നിന്ന് സിറ്റിസൺ ആയത് 47-ന് ശേഷമാണ്. എനിക്ക് പഴയ ഇന്ത്യയല്ല ഇഷ്ടം, എനിക്ക് ഇപ്പോഴത്തെ ഇന്ത്യയാണ് ഇഷ്ടം. ഇവിടെയാണ് എനിക്ക് മോഡിയെ വിമർശിക്കാം, പിണറായി വിജയനെ വിമർശിക്കാം, സ്നേഹിക്കാം, അംഗീകരിക്കാം, ഒത്തില്ല കുറ്റം പറയാം, കോടതി ഉത്തരവിനെ വിമർശിക്കാം. പണ്ട് പറ്റില്ല, തിരുവായ്ക്ക് എതിർവായില്ല. ആ ഇന്ത്യയോ നല്ലത് ഈ ഇന്ത്യയോ? പിടികിട്ടിയോ? പോട്ടെ, അധികാരം നമുക്ക് കിട്ടിയോണ്ട് ഈ ഇന്ത്യ നല്ലത്. ആ ഭരണഘടനയാണ് വേണ്ടെന്ന് ചില കക്ഷികൾ വിളിച്ചു പറയുന്നത്. നിനക്ക് വേണ്ടേ, നീ വിട്ടുപോക്കോണം. ഇത് ഇവിടെ ഇരിക്കും, നീ പോവുകയുള്ളൂ, അല്ലാതെ വേറെ വഴിയൊന്നും ഇവിടെ ഇല്ല. ഇത് ഇന്ത്യയെ മനസ്സിലാക്കിയോ? നീ എന്താ മനസ്സിലാക്കിയേ? പ്രിയപ്പെട്ടവരെ, ബംഗ്ലാദേശും ശ്രീലങ്കയും പാകിസ്ഥാനിലുമൊക്കെ ഒറ്റ മതമുള്ളൂ. പക്ഷെ പട്ടാളം എത്ര തവണ ഭരിച്ചു? ഈ 1 മിനിറ്റ് പട്ടാളം ഭരിക്കാത്ത രാജ്യം ഇന്ത്യ. 1 മിനിറ്റ്. പല ജാതി, പല മതം, പല സംസ്കാരം, പല ഭാഷ. തൻ്റെ ഇടം ഉണ്ടോ പട്ടാളക്കാരാ? ഇന്ത്യ 1 ദിവസം ഭരിക്കാൻ നീ ഭരിക്കുകയില്ല. അതിൻ്റെ പേരാ ജനാധിപത്യം. അത് കൊടുത്ത സാധനത്തിൻ്റെ പേരാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായി എൻ്റെ ഗുണം? നമ്മുടെ ശ്രേഷ്ഠത പഠിക്കണം. നമ്മളെ അന്നത്തെ ഇന്ത്യയിൽ ഒരു കൊച്ചു രാജ്യമായ കേരളം ജൂതനെ പരിപാലിച്ചു. നമ്മുടെ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ അവനെ സ്വീകരിച്ചു. പക്ഷേ ഇറ്റലിയിൽ മുസോളിനി ഞെരുക്കി, ഹിറ്റ്ലർ ഞെരുക്കി. അങ്ങനെ ഇരിക്കെ പോകുന്നിടത്തെല്ലാം അടി വാങ്ങുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ജൂതന്മാർ ഒരു സമ്മേളനത്തിൽ ഒത്തുകൂടി. നമ്മളെല്ലാവരും അടിക്കുക, പോകുന്നിടത്തെല്ലാം നമുക്ക് ആപത്താണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, പണം ഇഷ്ടം പോലെ ഉണ്ടെന്ന് നമുക്ക് ലോകത്തിലേതെങ്കിലും ഒരു രാജ്യക്കാരോട് പറയാം, ഞങ്ങൾക്കൊന്നിച്ചു പാർക്കാൻ 1-2 ജില്ല വെറുതെ വേണ്ട, ക്യാഷ് തരാമെന്ന്. ജില്ലയ്ക്ക് ഒരു തുണ്ട് ഭൂമി നമ്മൾ വിലയ്ക്ക് മേടിക്കണം, എന്തൊരു പാടാ. പക്ഷേ ജില്ല മേടിക്കാമെന്ന് കാശ് കൊടുത്തേ. ഡോളർ അങ്ങോട്ട് പമ്പ് ചെയ്ത് തരാം. ഓരോ രാജ്യവും പറഞ്ഞു, അത് ശരിയാവില്ല, വേണ്ട. അവസാനം അവർ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, ഒറ്റ വഴി. പണ്ട് AD 125 നമ്മുടെ പൂർവികർ വെച്ചൊഴിഞ്ഞു പോകുന്നൊരു മണ്ണില്ലേ, നമ്മളുടെ അപ്പന്മാർ ജനിച്ച മണ്ണ്, അബ്രഹാം പുറപ്പെട്ടു വന്ന് പാർത്ത മണ്ണ്, ആ സ്ഥലത്ത് പോകണം. അപ്പോൾ ഈ സ്ഥലം ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലാണ്. തുർക്കികളെ അറിയാമല്ലോ. തുർക്കികളുടെ രാജ്യമെന്ന് ഭരിക്കുന്ന ഹുസൈൻ ചക്രവർത്തിയെ കണ്ടു. ചക്രവർത്തി തിരുമനസ്സേ, അങ്ങയുടെ വിശാല സാമ്രാജ്യത്തിൽ അകത്ത് 120 മൈൽ ചുറ്റളവ് വരുന്നൊരു കൊച്ചു രാജ്യം. ഞങ്ങൾ അനുഭവിക്കുന്ന വ്യതയും പീഡയും അടിയുമൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ. ഞങ്ങൾക്ക് ഒത്തുവസിക്കാൻ അങ്ങേക്ക് വലിയ ഉപയോഗമില്ലാത്ത മണ്ണല്ലേ, അതിങ്ങിത്താ. വെറുതെ വേണ്ട, ചോദിക്കുന്ന വില തരാം. ചക്രവർത്തി പറഞ്ഞു, മക്കളെ, അതിന് പണമൊന്നും വേണ്ട, നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി, സൗജന്യം തരാം. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? പറയാം. മക്കളെ, ഒലിവുമല കണ്ടിട്ടുണ്ടോ? ഒലിവുമയുടെ മുകളിൽ നിന്ന് വടക്കോട്ട് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ അങ്ങകലെ ഒരു ജലാശയം കണ്ടോ? ഒരു 10-600-700 അടി താഴ്ചയിൽ ഗലീലക്കടൽ. അവിടുന്ന് ഒരു നീരൊഴുക്ക് കണ്ടോ? നമ്മുടെ യോർദാൻ. ഈ യോർദാനിലെ, അതായത് ഗലീലക്കടൽ തുടങ്ങുന്ന അവിടുന്ന് ഇതിലെ വെള്ളം എന്നെങ്കിലും ഒഴുകി
ഒലിവുമലയുടെ മുകളിൽ കിടക്കുന്നൊരു കാലം വന്നാൽ അന്ന് തരാം. ഇതിൻ്റെ അർത്ഥം ഒന്നു മനസ്സിലായോ? മനസ്സിലായോ? ആ, സഹോദരിമാർ ഓർത്തിരിക്കുക, ഇതെന്നാണ്. സഹോദരിമാർ പറഞ്ഞു നമ്മളാണ് ഇവിടെ നിൽക്കുക വെച്ചാൽ അതെന്നാ, ഡേറ്റ് പറ. അവർക്ക് മനസ്സിലായി തരാനല്ലെന്ന്. അപ്പോഴേ അതിലൊരു പയ്യനുണ്ടായിരുന്നു, ഒരു വിദ്യാർത്ഥി. പ്രഭോ, താങ്കൾ പരിഹസിക്കുക, പക്ഷെ ഞങ്ങളുടെ ആവശ്യകതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ദിവസം അതും നടക്കുമെന്ന് വിശ്വസിക്കാനാ ഞങ്ങൾക്കിഷ്ടം. അന്നങ്ങ് വാക്ക് പാലിച്ചിരിക്കണം. പോവാം. പോയി. ഇനി ആ കഥാഗതിയുടെ ചിത്രമാകെ മാറും. ഒന്നാം ലോകമഹായുദ്ധം പൊട്ടി പുറപ്പെട്ടു. ലോകം രണ്ട് ശാക്തിക ചേരികളായി പിരിഞ്ഞു. അങ്ങനെ ഇറ്റലിയും ജർമ്മനിയും ഒക്കെ ഒരുമിച്ച്, മറുഭാഗത്ത് റഷ്യ, ബ്രിട്ടൻ എല്ലാം ഒരുമിച്ച്, പിന്നെ അമേരിക്കയും ചേർന്നു. രണ്ടായിട്ട് തിരിഞ്ഞു. കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ മുനമ്പത്ത് ബ്രിട്ടൻ ആദ്യം അടിച്ചങ്ങ് കയറി. പക്ഷെ പെട്ടെന്ന് തന്നെ ജർമ്മൻ സൈന്യവും ഇറ്റാലിയൻ സൈന്യവും അടിച്ചാർത്തിരമ്പി കയറി. സഖ്യകക്ഷികൾ, അച്ചുതൻ്റെ ശക്തികൾ. ഒടുക്കം ബ്രിട്ടൻ പരാജയം മണത്തു തുടങ്ങി. ബ്രിട്ടൻ പരാജയത്തിലേക്ക് നീങ്ങാൻ കാരണം അവരുടെ പക്കലെ സ്വാഭാവിക വെടിമരുന്നിൻ്റെ വീര്യക്കുറവായിരുന്നു. തണുത്ത രാജ്യങ്ങളിലേക്ക് മഞ്ഞുവീഴ്ചയുള്ള ഇടങ്ങളിൽ വിസ്ഫോടനം സൃഷ്ടിക്കാൻ കഴിയാത്ത ആയുധശേഷിയുടെ കുറവ്. ഒരു യഹൂദ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, ചേംബേഴ്സ്മാൻ. ഈ സയൻറ്റിസ്റ്റ് പറഞ്ഞു, യുദ്ധം നമ്മൾ തോക്കത്തൊന്നുമില്ല. ഞാനേ ഏത് കനത്ത തണുപ്പിലും വിസ്ഫോടനം സൃഷ്ടിക്കുന്ന മാരകമായ ചില യുദ്ധായുധങ്ങൾ നിനക്ക് തരാം. എന്നാ വേണം പണം? പണമൊന്നും വേണ്ട. യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ പാലസ്തീൻ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ജയിച്ചു. യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വേഗത്തിലൊന്നുമല്ല, സമയക്കുറവുകൊണ്ട് ഞാനങ്ങ് ജയിപ്പിച്ചല്ലേ തന്നെ. ഈ യുദ്ധം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമില്ലേ, പോട്ടെ, എന്തിനാണ് നീ അടിയുടെ കാര്യം ഒത്തിരി പറയുന്നത്? അങ്ങ് കഴിഞ്ഞു. അപ്പോഴേ ഈ പാലസ്തീൻ ഒഴിപ്പിക്കണം. അവിടെ നിന്ന് പാലസ്തീനിൽ അറബികൾ പാർക്കുന്നുണ്ട്. അവരെ ഒഴിപ്പിച്ചവിടെ സ്വതന്ത്രമാക്കാൻ ഒരു ബ്രിട്ടീഷ് സൈനികൻ്റെ നേതൃത്വത്തിൽ ആളുകളെ അങ്ങോട്ട് വിട്ടു. ഈ സൈനിക മേധാവിയുടെ പേര് ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി. ഇപ്പോഴും ഉണ്ട് അങ്ങനെ പേരിലൊരു പാലം, അല്ലൻബി പാലം, ജോർദാന് കുറുകെ. രണ്ട് വഴികളിലൂടെ നമ്മളകത്ത് കിടക്കുന്ന, ഒന്നിൽ അല്ലൻബി പാലം, അല്ലെങ്കിൽ അൽ ഹുസൈൻ പാലം, അത് വേറൊന്നാണ്. അല്ലൻബി അങ്ങോട്ട് മാർച്ച് ചെയ്ത് ചെന്നു, ജോർദാൻ കടന്നു, നേരെ ഒലിവുമലയുടെ മുകളിൽ വന്നു. അല്ലൻബി ഒരു ആംഗ്ലിക്കൻ വിശ്വാസിയായിരുന്നു. നമ്മൾ CSI എന്നൊക്കെ പറയുന്ന ചർച്ചിൻ്റെ അന്ന് അവരുടെ വേർഷൻ. കയ്യിൽ നിന്ന് ബൈനോക്കുലർ എടുത്തു. ഒലിവുമലയിൽ നിന്ന് താഴേക്ക് നോക്കി മനോഹരമായ യെരുശലേം ഇങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുന്നു. മറുഭാഗത്തേക്ക് നോക്കി ദാന്ന് ദൂര ഗലീലിയ കടൽ, വശ്യമനോഹരമായ കാഴ്ച. വീണ്ടും താഴേക്ക് നോക്കി തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന ദാവീദിൻ നഗരം. അതിലെ മൺപാതകൾ കല്ലുവാകി ഉറപ്പിച്ച ഇടങ്ങളൊക്കെ കണ്ടിട്ട് ചോദിച്ചു, ഇവിടെയല്ലേ പണ്ട് നമ്മളുടെ ശലോമോൻ ദേവാലയം പണിതത്? ആ ദേവാലയത്തിൻ്റെ കല്ലുകളല്ലേ പിഴുതുമാറിക്കിടക്കുന്നത്? ആ കാണുന്നതല്ലേ വിലാപമതിൽ? ദൂരെ കാണുന്നൊരു പാതയോരം കണ്ടപ്പോൾ മനസ്സിലായി, അതല്ലേ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള വഴി. തൊട്ടപ്പുറത്തല്ലേ അന്നാസും കയ്യഭാവം ജീവിച്ച അവരുടെ കോടതി. ഇതുവഴിയല്ലേ എൻ്റെ അരുമനാഥൻ മരക്കുരിശും തോളിലേന്തി കടന്നുപോയത്? ബൈബിള് വായിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യനായ അല്ലൻബി ഒന്നുറപ്പിച്ചു, എൻ്റെ മഹാരാജാവിൻ്റെ നഗരത്തിൽ എനിക്ക് ആയുധം പ്രയോഗിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റില്ല ജോലി. അദ്ദേഹം കൺട്രോൾ റൂമിലേക്കൊരു സന്ദേശം അയച്ചു, സാർ എന്നെ ഒന്ന് മാറ്റണേ, മറ്റൊരാളെ അയക്കണേ, എൻ്റെ വൈകാരികതയുടെ പ്രശ്നമാണ്.
ദാവീദ് നൃത്തം ചെയ്ത് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിച്ച മണ്ണ്, യേശുക്രിസ്തു ക്രൂശിൻ ചുമന്ന് കടന്നുപോയ മണ്ണിലേക്ക് അവിടെയുള്ള മനുഷ്യന് നേരെ നിറയൊഴിക്കാൻ വയ്യ. മറുപടി, നോ, ദിസ് ജോബ് അസൈൻഡ് ടു യു അലൻബി. നിനക്ക് തന്നെയാണ് ഈ ജോലി, മാറ്റാൻ പറ്റില്ല. അലൻബി പറഞ്ഞു, ചെയ്യാം, പക്ഷെ ചോര ചൊരിയാതെ സമാധാനപരമായിട്ട് അവരെ ഒഴിപ്പിക്കാൻ സമയം തരണം. മറുപടി അംഗീകരിച്ചിരിക്കുന്നു, ടൈമെടുത്തു. അങ്ങനെ അലൻബിയും സൈനികരും ഒലിമലയുടെ മുകളിൽ ബാരാക്കുകൾ കെട്ടി കനത്ത പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ടുള്ള ടാങ്കുകൾ സജ്ജീകരിച്ചു. ദൈനംദിന ആവശ്യത്തിന് വെള്ളം വേണം. പലയിടങ്ങളിൽ ജനറേറ്ററുകളും പോളിത്തീൻ കൊണ്ടുണ്ടാക്കിയ ടാങ്കുകളും സജ്ജീകരിച്ചിട്ട് അകലെ ഒഴുകുന്ന യോർദാനിലെ വെള്ളം പൈപ്പിനടിച്ച് പല ഘട്ടങ്ങളിലാക്കി കയറ്റി ഒലിമരുടെ മുകളിൽ കയറ്റി വെള്ളം. ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടത് താഴേക്ക് ഒഴുകുമ്പോൾ ഹുസൈൻ ചക്രവർത്തിയുടെ വെല്ലുവിളി അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. അലൻബി അറിഞ്ഞില്ല. ഒരു വെല്ലുവിളിക്കുള്ള മധുരപ്രതികാരം. താഴെക്കൂടി ഒഴുകുന്ന വെള്ളം എൻ്റെ മുകളിൽ കയറിയെന്ന്. ഇനി പറഞ്ഞു വന്നതേ, ഇവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു ബൈപ്പോളാർ ഹെലികോപ്റ്റർ അങ്ങോട്ട് അയച്ചു പാലത്തിന് ചുറ്റും. അവിടുന്ന് ലഘുലേഖകൾ താഴേക്കിട്ടു ഹെലികോപ്റ്ററിൽ നിന്ന്. ഭൂമിയിലൂടെ അനൗൺസ്മെൻറ്റ് പോകുന്നുണ്ട്. അവരോട് പറഞ്ഞു, മക്കളെ, പറന്നു പോകാൻ ശ്രമിക്കരുത്, കാരണം ആകാശം ഞാൻ അടച്ചിരിക്കുന്നു. ഇടഞ്ഞു നീങ്ങിപ്പോകാൻ ശ്രമിക്കരുത്, ഭൂമിയും അടച്ചിരിക്കുന്നു. കടൽ വഴി നീന്തരുത്, കടലും നിൻ്റെ മുമ്പിൽ കൊട്ടിയടച്ചിരിക്കുന്നു. ഒറ്റ വഴി കീഴടങ്ങുക, ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. അല്ല, ഇതിനെ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ ഒത്തിരി പറയേണ്ട കാര്യമില്ലല്ലോ, ഒല്ലുവെന്ന് അർത്ഥം അനുസരിച്ചില്ലേ? വെടിവെക്കും എന്ന് അലൻബി. അല്ല, നമ്മൾ ചെറിയ ഊമക്കത്ത് എഴുതുന്ന പോലല്ല, ഏതാണ്ട് വായി വന്നല്ല എഴുതി വെച്ച് തട്ടും. നിന്നെ പേരും ഇല്ല, നാളുമില്ല. അലൻബി പേരെഴുതി, അറബിയിലാണ്, അക്ഷരം വായിക്കാൻ അറിയാത്ത അറബികൾ ആകെപ്പാടിൻ്റെ അർത്ഥം അറിയാതെ കുഴങ്ങി. അവസാനം ഇത്രയും വായിച്ചെടുത്തു, അലൻബി. ഇതിന് അവരുടെ ഭാഷയിൽ അർത്ഥം അല്ലാഹ് എതിരായിരിക്കുന്നു. അതിന് രക്ഷയില്ലല്ലോ. വിദ്യാഭ്യാസം എല്ലാത്തിൻ്റെ കുറവ് മനസ്സിലായില്ലേ? അവർ വെള്ളക്കുടി ഉയർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങി. അങ്ങനെ ചോര ചൊരിയാതെ, ആരെയും ഒഴിപ്പിക്കാതെ രാജ്യം ബ്രിട്ടൻ്റെ കാൽക്കീഴിൽ വന്നു. ഇടയ്ക്കൊരു സംഭവങ്ങളുണ്ടായി. അലൻബി താമസിക്കുന്നെന്നറിഞ്ഞപ്പോൾ സഖ്യശക്തി അയച്ചു കൊടുത്ത വിമാനമുണ്ട് അമേരിക്കയുടെ. അത് വന്നിങ്ങനെ യെരുശലേമിന് ചുറ്റും ഇങ്ങനെ ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുക. റഷ്യ അയച്ച സഹായക വിമാനമുണ്ട്, അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചുറ്റുക. ഇതിൻ്റെ ഇരമ്പലും അലൻബിയുടെ ഹെലികോപ്റ്ററിൻ്റെ ഒഴുക്കും അതിങ്ങനെ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രംഗം കാലങ്ങൾക്കപ്പുറത്ത് ഇരമ്യ ആത്മാവിൽ കണ്ടിട്ടെഴുതി. അന്നാളിൽ പക്ഷി ചുറ്റിപ്പറന്നു കാക്കും പോലെ ഞാൻ യെരുശലേമിനെ കാത്തുകൊള്ളും. ഒരു കഴുകൻ തൻ്റെ കൂടിന് ചുറ്റും എങ്ങനെ ചുറ്റിപ്പറന്ന് കാക്കുന്നുവോ അപ്രകാരം ഞാൻ യെരുശലേമിനെ കാത്തുകൊള്ളും. അവരെ തൊടുന്നവർക്ക് അവൾ ഭാരമുള്ള ഒരു കല്ലായി മാറും. അത്തരത്തിൽ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ട് അന്ന് യെരുശലേം വീണു. പറഞ്ഞ പോലെ സായിപ്പ് അത് കൊടുത്തൊന്നുമില്ല. അതാ സായിപ്പിൻ്റെ വാക്ക് വിശ്വസിച്ച് ഒരു കാര്യത്തിനും ഇറങ്ങിയേക്കില്ല. നമ്മൾ തോറ്റു. സായിപ്പിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, റഷ്യ കണ്ണുരുട്ടി കൊടുക്കരുത്, അറബി രാജ്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കി കൊടുക്കരുത്. അവസാനം പറഞ്ഞല്ലേ അവിടെ ഒരു പണി, നിങ്ങൾക്ക് ഈ സ്ഥലത്ത് വന്ന് താമസിക്കാം, ഭൂമി വില കൊടുത്ത് വാങ്ങാം, രാജ്യമൊന്നും തരികയില്ല. അത്രയ്ക്കെങ്കിൽ അത്രയ്ക്ക്. അങ്ങനെ അവർ ചേക്കേറി വന്നിട്ട് അവിടെയുള്ള പാലസ്തീനികളോട് ഭൂമി വിലയ്ക്ക് മേടിച്ചു. തങ്ങൾ വിറ്റഴിക്കുന്ന ഭൂമിയുടെ വില അറിയാതെ പാലസ്തീനികൾ വിറ്റ് അവസാനം ഇസ്രായേൽ മക്കൾ കയറി അവിടെ നിന്നവരെ തള്ളി മാറ്റി. അതാ ഇന്നത്തെ പാലസ്തീൻ ഇസ്രായേൽ സംഘടനം. മനസ്സിലായോ? ഞാൻ പണ്ടൊരിക്കൽ ഇവിടം കണ്ട് യോഗത്തിന് വരിക, കൊറ്റാമത്തെ ഇവിടെയാണ്.
അത് ഉദയംകുളങ്ങരയാണെന്നറിയില്ല. കോവളം വഴിയാണ് വരുന്നത്. കോവളം വഴി ഇങ്ങോട്ട് വരും വഴിക്ക് എതിരെ പ്ലാക്കാർഡും ഒക്കെ പിടിച്ചൊരു വലിയ ജാഥ വരുന്നു. അപ്പോൾ ഈ ജാഥ പോട്ടെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി ഒതുക്കി അവിടെ നിന്നു. അധികം പേരൊന്നുമില്ല. അവരവിടെ നിർത്തി. അപ്പോൾ ഇവരവിടെ പൊതുയോഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാനതിലൊരാൾ ചോദിച്ചു, സാറേ ഇത് എന്നതാ പ്രശ്നം? പലതിരിക്കുക പാലസ്തീൻ ഐക്യദാർഢ്യ സമരം. എന്നോട് പറഞ്ഞു, സാറേ പാലസ്തീനി പാവങ്ങളെ കൊല്ലുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, വല്ലാത്തൊരവസ്ഥയാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രതിഷേധം നടത്തുക. ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ വേണം സമരം. അതിൻ്റെ കാരണം പ്രശ്നം നടക്കുന്ന ഇവിടെ പാലസ്തീനി, സമരം ഇവിടെ കോവളത്ത്. കൊള്ളാം, നല്ല പരിപാടിയാണ്. അങ്ങോട്ടൊന്ന് പോകാൻ വയ്യായിരുന്നു പാലസ്തീനിൽ. മോനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബാക്കി കാണൂല. എന്താ മനസ്സിലാക്കിയ രാജ്യത്തെ പറ്റി? തീനാവുകൾ നക്കിത്തുടയ്ക്കുന്നവരെ തീർത്തു വിടും. അതാ പവർ. ഈ രാജ്യത്തെ പറ്റി വല്ല അറിയോ? ഇത് കുഞ്ഞുകളിയൊന്നുമല്ല പരിപാടി. നാളെ പറയാം വിശേഷതകളൊക്കെ. സ്തോത്രം. അപ്പോഴേ പാലസ്തീൻ ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ചെടുത്തു. അപ്പോൾ അടുത്തൊരു പ്രശ്നം, ഇവിടെ ആൾ വേണമല്ലോ. ഇങ്ങനെ നുഴഞ്ഞു കയറി പിടിക്കണേ തന്നെ ആൾ വേണമല്ലോ. പണം കൊടുത്താണെങ്കിലും ലോണ് കൊടുത്താണെങ്കിലും തൽക്കാലം ആൾ കയറട്ടെ. ആൾക്കാരെ വിടുകയല്ല റഷ്യ. അവിടെയുള്ള യഹൂദനോട് പറയും, നോ, പാസ്പോർട്ടില്ല, നുഴഞ്ഞു പോകാൻ പറ്റില്ല, ഇവിടെ കിടക്ക്. കാരണം പോയാൽ അംഗബലം വർദ്ധിക്കും, പ്രശ്നമാകും. അറബി രാജ്യങ്ങളുടെ എണ്ണ റഷ്യക്ക് കിട്ടാതെ വരും. എണ്ണയുടെ രാഷ്ട്രീയം കൊണ്ട് തടഞ്ഞു. അറബി രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളും പോകാൻ പാടില്ല. അങ്ങനെ റഷ്യ, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ യഹൂദൻ്റെ പാലായനത്തിൻ്റെ വഴി മുഴുവൻ തടഞ്ഞു. ഇന്ത്യക്കാരായ നമ്മൾ പറഞ്ഞു, നിങ്ങളിവിടുന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല, എന്നെ പോണേ പോകോ, എപ്പോഴും സ്വാഗതം, ഇവിടെ വരണേ, പോകോ, പോയി. അമേരിക്ക ഇതുപോലെ പറഞ്ഞു, എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ വരാം, പക്ഷേ നിങ്ങളുടെ സ്ഥലമാണ്, പോകണേ പോകോ. അപ്പോൾ ഈ വഴിയുടെ പ്രത്യേകത മനസ്സിലായോ? നമ്മൾ വായിച്ചെടുത്തെത്തി, ഞാൻ നിർത്തുകയാണ്. എന്താ സംഭവം? പലയിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന ജൂതനെ തിരിച്ചു വരുത്തുക എന്ന ജൂതൻ 1914 ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങി 19 തീരുമ്പോഴേക്ക് അവിടെ മടങ്ങിയെത്തുക ആവശ്യമാണെങ്കിൽ ചില രാജ്യങ്ങൾ അവരെ വിടില്ല. ആരൊക്കെ വിടാത്തതരണ്ടേ? ഒന്ന്, ആദ്യം പറയുക, ഞാൻ കിഴക്കിനോട് പറയും, ഞാൻ കിഴക്ക് നിന്റെ സന്തതിയെ വരുത്തും. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോയ യഹൂദനെ തിരിച്ചു വരുത്താൻ ദൈവാത്മാവിൻ്റെ വാക്ക് വളരെ ലളിതം, ഞാൻ വരുത്തും. പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയവനും വരാൻ എളുപ്പം, ആത്മാവിൻ്റെ ഭാഷ മൃദുവാണ്, ഞാൻ പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. എന്നാൽ വടക്കേ അറ്റത്തുള്ള രാജ്യങ്ങളിൽ ചിതറിപ്പോയി യഹൂദനെ വിടാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ ഭാഷ കനത്തു, ഞാൻ വടക്കിനോട് പറയും, തരിക. തെക്കൻ രാജ്യങ്ങളിൽ, ഈജിപ്തിലും അടുത്തടുത്ത രാജ്യങ്ങളിൽ, അറബി രാജ്യങ്ങളിൽ പോയ യഹൂദനെ തിരിച്ചുവിടാൻ കഴിയാത്ത രാഷ്ട്രീയ സ്ഥിതി സംജാതമായപ്പോൾ ദൈവത്തിൻ്റെ ഭാഷ കനത്തു, ഞാൻ തെക്കിനോട് പറയും, തടുത്തു വെക്കരുത്. ഇങ്ങനെ യുദ്ധങ്ങൾ, ആഭ്യന്തര കലഹങ്ങൾ, പലതരം പ്രശ്നങ്ങൾ. ഒടുവിലിതാ ജൂതൻ ഒരു രാഷ്ട്രമായി സംഗമിച്ചു. 1948 എല്ലാത്തരം എതിർപ്പുകളെയും വകവയ്ക്കാതെ അതിജീവിച്ചുകൊണ്ട് മെയ് മാസം 14 തീയതി അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇന്നു മുതൽ ഞങ്ങൾ സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാജ്യമാണ്. ഈ വരവ് ഒരു കാര്യത്തെ ദൈവമക്കളെ പഠിപ്പിക്കുന്നു. ജൂതന്റെ ചരിത്രത്തിലുള്ള അഭൂതപൂർവമായ ഈ വളർച്ചയും വരവും കാണുമ്പോൾ തന്റെ ഭക്തന്മാർ മനസ്സിലാക്കിക്കൊള്ളണം, ലോകരാഷ്ട്രങ്ങൾ ഒരുങ്ങുന്നു ഒരു രാജാതിരാജാവിനെ കൈക്കൊള്ളുവാൻ. രാജാതിരാജാവും കർത്താവുമായ ദൈവപുത്രന്റെ ആഗമനത്തിന്റെ വിളംബരം നമ്മുടെ കാതുകളിൽ കേൾക്കാം. ആ ശബ്ദം കേൾക്കാതെ ഒരാളെങ്കിലും ഇന്ന് രാത്രി വിടിരിപ്പുണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ രക്ഷാകരണ പദ്ധതിക്ക് കാതോർക്കാം, ദൈവത്തിന്റെ ഇടപെടലിന് കാതോർക്കാം. നമ്മുടെ കാന്തൻ വരാറായി, നിഴലുകൾ പൊരുളുകളാകുന്നു. അവനെ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരാളെങ്കിലും ഈ രാത്രി ഉണ്ടെങ്കിൽ ഈ ഹൃദയവും മനസ്സും തമ്പുരാന്റെ പക്കൽ ഏകാഗ്രമാക്കാൻ നമുക്കൊരുങ്ങാം, ഉണരാം, പൊരുതാം. ഈ വചനങ്ങൾ കൊണ്ട് ഇന്ന് രാത്രി അത്യുന്നതൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വരവരെ പ്രത്യാശയോടെ കൈക്കൊള്ളാൻ ദൈവം ഇടയാക്കട്ടെ.
ബാക്കി വസ്തുതകൾ നാളെ രാത്രി നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.